കാര്യങ്ങൾ ഭംഗിയായുള്ള ചോദിച്ചോളൂ. ഇനി മീതുള്ള കാര്യല്ലേ അത് ഞാൻ നടത്തിത്തരാം. മനസ്സിലായില്ല? മീതുള്ള കാര്യം ഞാൻ നടത്തിത്തരാം. അപ്പൊ എന്റെ അടുത്ത അണ്ടക്കോൾക്ക് അല്ലെങ്കിൽ ഉണ്ണിയുടെ വകയായിട്ട് എനിക്കൊരു വെള്ളാട്ട് മണ്ഡപം തരണം. എന്റെ രൂപം കുറിച്ചുള്ള മണ്ഡപം തരണം. നിന്റെ വകയായിട്ടോ അല്ലെങ്കിൽ എന്റെ വെള്ളാട്ടിനോ അത് നിന്റെ സൗകര്യാട്ടോ. എനിക്ക് എങ്ങനെയായാലും സന്തോഷം. എവിടെ പൈസ കുറച്ച് കാര്യം 8 ലക്ഷം രൂപ 8 ലക്ഷം രൂപ കുറച്ച് കാര്യം പറഞ്ഞോ? അത് ഞാൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് ഒരു നീണ്ട കടലാസും തന്നിട്ട് എന്റെ ഇന്ന സ്ഥലത്തൊക്കെ വെള്ളി കിട്ടാനുണ്ട്, ഇന്നതൊക്കെ വാങ്ങാനുണ്ട്, തരാനുണ്ടെന്നും പറഞ്ഞു. അതെനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞ് നിന്റെ കാര്യം പദ്ധതിക്ക് മേലാക്കി ഇനി കുറച്ചും കൂടി ഉണ്ട്. അത് ഞാൻ നടത്തി തന്നാൽ എനിക്കൊരു മണ്ഡപം തരുമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. നിന്റെ വകയായിട്ട് ഞാൻ അത്രേ ചോദിച്ചുള്ളൂ. എനിക്ക് അത്രേ വേണ്ടൂ. പൊക്കോ. ഒരു കോടിയാണ് ഒരു പാത്രം വൈകി. മനസ്സിലാവണ്ട? അവിടെ കർമ്മം ചെയ്യുന്ന ഉണ്ണികളുടെ പേര് മനസ്സിലാവണ്ട? നീ തങ്ങിപ്പറക്കുന്ന ദേശം ഇതൊക്കെ എഴുതിക്കൊണ്ടുവരാൻ ഞാൻ വഴി ഉണ്ടാക്കി തരാം. മതിയൊന്ന് ആ കവാടം തുറക്കുമ്പോ ആ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുമ്പോ എനിക്കൊരു വെള്ളിട്ട് വെക്കാം. അടച്ചു പോരുമ്പോ ഒരു വെള്ളിട്ട് വെക്കാം. എത്ര ഉണ്ട് സ്ഥാപനം നിനക്ക്? അത് തന്നെയാ പറഞ്ഞു. നിന്റെ നക്ഷത്രം എന്താ പറഞ്ഞ്? ഇപ്പൊ സമയം മാറിയിട്ടുണ്ട്. ഞാൻ പൂർത്തീകരിച്ചു തരാം. മതിയാ? എന്റെ കർമ്മം കഴിഞ്ഞിട്ട് നീ തുറന്ന് അടുത്ത് എടുത്താൽ മതി. മനസ്സിലായില്ല? അടുത്ത കർമ്മത്തിന് വന്നേക്ക. വൈകണ്ടാണ് അക്കം ആ ദേശം അത് കൂടാതെ കണ്ട് അവിടെ കർമ്മം ചെയ്യുന്ന ഉണ്ണികളുടെ പേര് ആ സ്ഥാപനത്തിന്റെ തിരുമുമ്പിന്ന് ഒരു നുള്ളു മണ്ണ്. മനസ്സിലാവുണ്ട്? ആ മുറിയറകളും എന്തൊക്കെ സ്ഥാപന ജംഗമ വസ്തുക്കളുണ്ടോ അതൊക്കെ ഒഴിഞ്ഞ് ഒരു പിടി വെള്ളി കൊണ്ടുപോരെ. ഞാൻ വഴി ഉണ്ടാക്കി തരാം. മതിയാ? ചോദ്യം തരൂ. അതെനിക്ക് മനസ്സിലായി. അത് പഠിച്ചതല്ലേ? അപ്പൊ കർമ്മത്തിന് പോകാനല്ലേ? ഇനി പഠിക്കണം. പഠിക്കാനേ പോകാൻ പറ്റുള്ളൂ. അല്ല ഉണ്ണി പഠിച്ചു എന്ന് പറഞ്ഞു. പഠിക്കാൻ ഇവിടെ വിളിക്കും. നിനക്ക് പറശ്ശിനിയായിട്ട് വല്ല ബന്ധമുണ്ടോ? പറശ്ശിനിയായിട്ട് വല്ല ബന്ധമുണ്ടോ? മനസ്സിലായോ നിനക്ക്? അപ്പൊ ശരിയായില്ലേ? ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? നിന്റെ മിന്നുകെട്ടി ഉണ്ടല്ലേ അത്? അപ്പൊ നീ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങേർക്കും ബാധകല്ലേ? അങ്ങേര് ചെയ്യുന്ന നിനക്കും ബാധകല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ വഴി ശരിയല്ലേ? ആ പറശ്ശിനിയായിട്ട് എന്റെ അച്ഛൻ ആ മുത്തനായിട്ടിരിക്കുന്ന പറശ്ശിനി മുത്തപ്പനായിട്ട് നിനക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു ശരിയല്ലേ? അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. എന്നിട്ട് പിന്നെന്താ നീ കളം മാറ്റിയെന്ന് ചവിട്ടിയെ? എന്നിട്ട് എന്റെ കളം മാറ്റി ചവിട്ടിയെന്ന് മനസ്സിലായില്ല. അങ്ങനെ വിട്ട് പിന്നെന്തിനാ നീ എന്റെ അടുത്തേക്ക് വന്നാ ചോദ്യം? അതില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ ചോദിച്ചത്? എന്നിട്ട് നീ എന്റെ കളം മാറ്റി എന്റെ അടുത്ത് വന്നേന്നാ ചോദ്യമുള്ളൂ. എന്റെ അടുത്ത് വന്നതിന് തെറ്റ് പറഞ്ഞതല്ല. എന്റെ അച്ഛന്റെ അടുത്താ നീ പോയേ. അതിന് ഞാൻ തെറ്റ് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് എന്താ? അവിടെ നിന്ന് നീ സ്ഥിരമായിട്ട് 30 നാൾ കൂടുമ്പോ നിനക്ക് അവിടെ അടുത്തല്ലേ? അല്ല അവിടെ അടുത്തല്ലേ? അധികം ദൂരമില്ല. അപ്പൊ നീ അവിടെ പോകാറില്ലുണ്ണി. എന്റെ ഇല്ലത്തേക്ക് ചാത്തനായി എന്നെ കാണാൻ വന്നതിന് കാര്യമുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങേരെ എന്റെ അച്ഛൻ ചെയ്യാത്ത ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു തരും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഞാനും അച്ഛനും തമ്മിൽ. അപ്പൊ നീ പറഞ്ഞ ആ ഉണ്ണിക്ക് പോകേണ്ടതായ ഇതൊക്കെ എഴുതി കൊണ്ടുവരെ. ആ പുസ്തകത്താളിന്റെ അക്കുണ്ട് ഒരു പകർപ്പ്. ആദ്യത്തെ ഒരു പകർപ്പുണ്ട്, ഒരു ഏട്. അതും കൂടി എടുത്തു കൊണ്ടുപോകാൻ ഞാൻ വഴി ഉണ്ടാക്കി തരാം. മതിയാ? അങ്ങേർക്ക് വല്ലതും കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛന് വല്ലതും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? കടം നിൽക്കണുണ്ടാ? അതല്ലേ ചോദിച്ചുള്ള കടം നിൽക്കണ്ടോ? ഇല്ല. അത് തന്നെയല്ലേ ചോദിച്ചത്. അപ്പൊ അത് കൊടുക്കാന്ന് പറയും. ഇടാ അച്ഛന്റെ കടം തീർക്കാം. അന്നേരം ഞാൻ കടത്തിലിറങ്ങാം. മതിയാ? അച്ഛനെന്താ കൊടുക്കാന്ന് പറഞ്ഞേക്കും? അപ്പൊ അത് അവിടെ അന്നത്തിന് അല്ലേ? അപ്പൊ അതിന്റെ പകുതി എനിക്ക് തരണം. അതിന്റെ പകുതി ഇനി വരുമ്പോ കൊണ്ടുവരണം. അതിന് വേണ്ടപ്പെട്ട സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ. മനസ്സിലായില്ല? എനിക്ക് ഇവിടെ വരുന്ന ഉണ്ണികൾക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാനായിട്ട് അതിന്റെ പകുതിയും അതിനനുഭവപ്പെട്ട വസ്തുക്കളും അതിന്റെ അധികാരികളോട് ചോദിക്കാം. മനസ്സിലാവണം? അച്ഛന്റെ കടം തീർത്തിട്ട് നീ വാ. അടുത്ത കർമ്മത്തിന് വേഗം വന്നേക്കണം. നീണ്ടു പോകരുത്. മതിയാ? അപ്പൊ എവിടുന്നാ വരണം? നീ
വേണ്ടി എത്ര സ്ഥലത്ത് പോയി? അല്ല, ചോദിച്ചാൽ ഉത്തരം പറ. നീ എത്ര സ്ഥലത്ത് പോയെന്നോ ചോദിച്ചുള്ളൂ. അത് തന്നെ ഞാനും ചോദിച്ചുള്ളൂ. നീ ഇതിനു വേണ്ടി എത്ര സ്ഥലത്ത് പോയെന്ന് ചോദിച്ചു. ഭവനങ്ങളിൽ കയറി ഇറങ്ങാൻ കണക്ക് ഞാൻ പറഞ്ഞില്ല. ഞാനും അതുപോലെ കരുക്കളിരിക്കുന്ന എത്ര ഇല്ലത്ത് പോയിട്ടുണ്ടെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്റെ നാരായണത്തെ കല്ലും കരുക്കളൊക്കെ ഉണ്ടാ? കുടുംബപരമായിട്ട് വെച്ചാരാധിക്കുന്ന കല്ലും കരുക്കളൊക്കെ ഉണ്ടാ? എവിടെയത്? പോവാറുണ്ടോ നീ? അവിടെ ആരൊക്കെ ഉണ്ട്? അതൊന്നും കേൾക്കട്ടെ. നിന്റെ നാവിൽ നിന്ന് കേൾക്കണം. പിന്നെന്തല്ലോ. അപ്പൊ നീ അവിടേക്ക് ഒരു പിടി വെള്ളി ഒഴിഞ്ഞു വെക്ക്. രണ്ടുപേരുടെ പേരും പറഞ്ഞു. എത്ര വയസ്സായി? അതെന്തെത്ര വൈകിപ്പോയേ? അന്വേഷിച്ചാലല്ലേ കിട്ടുള്ളൂ. അതെന്തെത്ര വൈകിപ്പോയെന്ന്. 29-30 വയസ്സിൽ കഴിഞ്ഞു പോകേണ്ട സംഭവം 34 വർഷക്കാലം നീട്ടിക്കൊണ്ടുപോയെന്ന ചോദ്യം. നീ അവരുടെ രണ്ടുപേരുടെ ചിത്രം കൊണ്ടുവരാ, മനസ്സിലാവണ്ട. 2 സ്ത്രീ പ്രതിമ കൊണ്ടുവരാ, മനസ്സിലായ? നിന്റെ ഭവനത്തിന്റെ 4 ഭാഗത്തിൽ നിന്നും മണ്ണ് കൊണ്ടുവരാ, മനസ്സിലായോ? ഒരു മതം, ഒരു കോടിയാടോ, ഒരു പാത്രം നെയ്. അവരെ രണ്ടുപേരും ഒഴിഞ്ഞു കാണിട്ട് ഒരു പിടി വെള്ളി, മനസ്സിലാവണ്ട. ഇല്ലെങ്കിൽ അവരെ കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അടുത്ത കർമ്മ തീയതി എന്റെ കർമ്മികൾ പറഞ്ഞു തരും. ഒരു മതം, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്, ഭവനത്തിന്റെ 4 ഭാഗത്തിൽ നിന്നുള്ള മണ്ണ്, 2 സ്ത്രീ പ്രതിമ. ഇതാ വന്നില്ലെങ്കിൽ അവർ രണ്ടുപേരെ ഒഴിഞ്ഞു കാണിട്ട് ഒരു പിടി വെള്ളി. ഇതാ എണ്ണരുത്. എത്രയുണ്ടത്? അതിന്റെ 1/3 ഭാഗം പകുതിയോ? പകുതി. ആ, അത്ര തന്നെ ചോദിച്ചല്ലോ. 1/3 ഭാഗമല്ല, പകുതി. സന്തോഷമായ? ഇനി എന്താ വേണ്ടേ? അല്ല, അത് മനസ്സിലായി. അത് ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ ഇനി നിനക്ക് നീ ചോദിച്ചതിന് ഉത്തരം നിനക്ക് എന്താ വേണ്ടെന്ന ചോദ്യം. ഞാൻ ആരെന്നിപ്പോ മനസ്സിലായി. ആ ഉണ്ണിക്ക് ആദ്യം ഇത്തിരി മടി ഉണ്ടായിരുന്നു എന്നൊന്ന് വിളിക്കാൻ. പിന്നെ മടി മാറി. അതിനെ പറഞ്ഞു. ആദ്യം ഇത്തിരി മടി ഉണ്ടായിരുന്നു. ആ ഉണ്ണിയെ എന്നെ കുറിച്ച് അറിഞ്ഞു വെച്ചതിൽ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അതിൽ നടത്തി കൊടുക്കാണ്ട് വന്ന അതിനെന്തെങ്കിലും അവരാണ്ട് ഞാൻ തരും എന്ന് ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അത് മാറി. കർമ്മം കിട്ടിയ കർമ്മം കിട്ടിയെന്ന് ചോദിച്ചോളൂ. ചെറുത് വലുതൊന്നും ഞാൻ ചോദിച്ചില്ല. കർമ്മം കിട്ടി. വെള്ളി കിട്ടിയ ഉണ്ണിക്ക് മനസ്സിലായില്ല. ഉറക്കം പറഞ്ഞു. അല്ല, ഞാൻ അതില് വിഹിതമൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ ഇത്ര വേണമെന്നും പറഞ്ഞിട്ടില്ല. നിന്റെ ഉണ്ണിക്ക് ചെറുതായാലും ഒരു കർമ്മം കിട്ടുമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. കർമ്മം കിട്ടി ഇല്ലേ? നീ സന്തോഷവാനാണ്. അത് പോരല്ല, മനസ്സിലായില്ല? ആ കർമ്മം പോരല്ലോ. അപ്പൊ അതിനല്ലേ ചോദിച്ച. അപ്പൊ നീ സന്തോഷവതിയല്ല, ഞാനും സന്തോഷവാനല്ല. ആ ഉണ്ണിക്ക് ആ കർമ്മം കിട്ടിയാ പോരാ, അതിലും വലുത് ഞാൻ തരപ്പെടുത്തി തരാം. ചിങ്ങം വരെ ഒന്ന് കാത്തിരിക്കും. ചിങ്ങം വരെ ഒന്ന് കാത്തിരിക്കാൻ. ചിങ്ങപ്പുലരിന്ന് കഴിയോട്ടെ. അപ്പൊ തീർപ്പുണ്ടാക്കി തരാം. മതിയാ? ഇവിടെ വെച്ച് വന്നിട്ട് കൊണാച്ചാ ഇട്ടുണ്ടായാലും കൊള്ളാം, ഇഷ്ടമില്ലെങ്കിലും കൊള്ളാം. എനിക്ക് നീയും നിന്റെ മാതാവ് നിൽക്കലെ തന്നെ പറയണേ. നിന്റെ മാതാവ് നിന്റെ മംഗല്യകാര്യത്തിന് വെച്ച പ്രാർത്ഥനകളും വേറെ കോലങ്ങളുണ്ട്, മനസ്സിലായി? ആ കോലങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ. ഞാൻ ഓരോന്നോരോന്ന് അഴിച്ചഴിച്ച് കൊണ്ടുവരണല്ലുള്ളൂ അല്ലേ? തീർപ്പാക്കി തരാം. നീ ഇപ്പൊ കണ്ട നീ നിക്കലല്ലേ എനിക്ക് ഓരോ ഉണ്ണികൾ കൊണ്ടുവന്ന് തന്നെ. എന്തിനാ? അത് അധികം നാളായിട്ടില്ല പോയിട്ട്. ഉണ്ണിക്ക് അപ്പോഴും എന്നെ പേടിയായിരുന്നു, മനസ്സിലായില്ല? എന്നെ വിളിച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിലും. എന്നെ വിളിച്ച് തത്സമയം 7 നാൾക്കുള്ളിൽ ഞാനൊരു കർമ്മത്തിൽ കയറ്റി കൊടുത്തു. അപ്പൊ കിട്ടിയതാ 28 വെള്ളി എനിക്ക് തരണമെങ്കിൽ ആ ഉണ്ണിക്ക് അതിന്റെ 28 കൂടി കൂട്ടിക്കൊന്നി. അപ്പൊ എത്രയായി? 72 വെള്ളിയാ? 72, 76 വെള്ളിയാ? ശരിയല്ലേ? ഇനി അതിലും കൂട്ടിക്കൊടുക്കും, മനസ്സിലാവണ്ട? അപ്പൊ നിന്റെ കാര്യം ഞാൻ എന്റെ കയ്യിലുണ്ട്. ഞാനത് നടത്തി തരും, മനസ്സിലായ? ഒക്കെ നീ കേട്ടറിഞ്ഞു വന്നതോ കണ്ടറിഞ്ഞു വന്നതോ? ആരെങ്കിലും പറഞ്ഞറിഞ്ഞു വന്നതോ? ഇല്ല, ഏതാ?
ഇന്ന് വന്നല്ലോ നീ. അപ്പൊ ഇനി നിന്റെ ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ളൂ മണ്ണ് ആരെ പോയേക്കണേ? അങ്ങനെയുള്ള നാമോദയം പറഞ്ഞ നക്ഷത്രം പറഞ്ഞ് സമയം ഇപ്പൊ നന്നായിട്ടുണ്ട്. ഇപ്പൊ വ്യാഴം 11ലേക്ക് വന്നിട്ടുണ്ട്. മനസ്സിലാവും. ശനിയുടെ സമയത്ത് അത് പോയി. ഇപ്പൊ വ്യാഴം 15ലേക്ക് വന്നു. ശനി ഞാൻ 5ലേക്ക് വന്നു. ഇനി കർമ്മം കിട്ടിയ നേർ പകുതിക്ക് പകുതി. മനസ്സിലാവില്ല. ആ ഇനി അടുത്ത സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ 30 നാൾ കൂടുമ്പോ എത്ര വെള്ളി കിട്ടണം അതിന്റെ പകുതി നിനക്ക് എടുക്കാൻ പകുതി എനിക്ക് തരണം. വ്യവസ്ഥയാണെങ്കിൽ പറഞ്ഞു. ഒരു മൊത്തം 1 കോടിയാണ് ഒരു പാത്രം നീ ആ ഉണ്ണി സന്താനത്തിന്റെ ചിത്രം അതുകൂടാക്കണ്ട ആ ഉണ്ണി പോയ ദേശം. ഒരു മൊത്തം 1 കോടിയാണ് ഒരു പാത്രം നെയ്യ്. മനസ്സിലാവണ്ട. നിന്റെ ഭവനത്തിന്റെ 4 ഭാഗത്തിൽ നിന്നുള്ള മണ്ണ് ആ ഉണ്ണി സന്താനത്തിന്റെ ചിത്രം. ഞാൻ ഉണ്ണി സന്താനം എന്ന് പറയുന്നത് നിന്റെ പുരുഷനെയാട്ടാ, അല്ലാണ്ട് പൈതലിനല്ല. ഞാൻ അങ്ങനെ പറയാം. അപ്പൊ ചിലവർക്ക് സന്ദേഹം വേണ്ടതുണ്ട് അങ്ങനെ പറഞ്ഞു. അതായത് നിന്റെ പുരുഷൻ അങ്ങനെ പറയാം, എനിക്ക് പറയാൻ പാടില്ല. നിനക്ക് പറയാം എന്റെ പുരുഷൻ. മനസ്സിലാണ്. എനിക്കങ്ങനെ പറയാൻ പാടില്ല. മനസ്സിലായി. എനിക്ക് എന്റെ ഉണ്ണിപ്പോയതെന്ന് പറയാൻ പാടില്ല. അപ്പൊ നിന്റെ ഉണ്ണിയുടെ ആ ചിത്രം പോയ ദിക്ക് അതിന്റെ ഒരു പകർപ്പില്ലേ പോയ പുസ്തകത്താളിന്റെ ഒരു നീല പുസ്തകം ഞാൻ വഴി ഉണ്ടാക്കില്ല. മതിയാ ഒപ്പം ഇതിനകത്ത് കുറച്ചു നേരം പിടിച്ച് കഴിച്ചോളാൻ പറയാം. മനസ്സിലാവണ്ട. എന്തായാലും വ്യാപാരം സമയത്തിന്റെ തോട്ടുണ്ടായിരുന്നു. മറ്റുള്ള ഉണ്ണിയുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി പടിപടിയായിട്ട് കൊണ്ടുവരുന്നത്. അത് അങ്ങനെ പോട്ടെ. ഒരു പാത്രത്തിൽ നിന്ന് വന്ന ഉണ്ണികള് പിന്നീക്കൂടെ കുത്തുന്ന കാല അല്ലേ? അപ്പൊ പിന്നെ ഉണ്ടാ നിന്റെ കൂടെ നിന്നും അതൊക്കെ നിനക്ക് ഞാൻ മനസ്സിലാക്കി തന്നു. നീ ഒറ്റയ്ക്കല്ല വന്നേ, നീ ഒറ്റയ്ക്കല്ല പോണേ, നീ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കണേ. അത് മതി. ഒരു ചങ്ങാതികളും വേണ്ട. നിനക്ക് കൂട്ടിക്കെട്ടി കൊണ്ടുപോകുന്ന കാര്യമുള്ളൂ. നിന്റെ മുന്നിൽ തേരാളിയായിട്ട് ഞാനുണ്ട്. അതുപോലെ നീ പൊക്കോ, ഞാനുണ്ട്. എനിക്ക് മുടക്കം കൂടാതെ നിന്റെ കുറ്റല്ല, നിന്റെ ഉണ്ണിയുടെ കുറ്റ. മനസ്സിലാവണ്ട. ഒരു പ്രാർത്ഥന സങ്കല്പം വന്നിട്ടുണ്ടെന്ന് ഒരു സ്ത്രീയുടെ. നീ തന്നെ പറഞ്ഞല്ലോ അത് ഇന്നതാണ്. ഈ പറഞ്ഞ പൊരുളൊക്കായിട്ട് ഞാൻ വഴി ഉണ്ടാക്കി തരാം. പൂവാമന്നിന്റെ താഴ്ത്തിക്ക് നീ പോയി, ഇനി പോവില്ല പോരെ. അതായത് നിന്റെ ഉണ്ണിയുടെ നാമോദയം നക്ഷത്രം നിന്റെ മാതാവിന്റെ പിതാവിന്റെ പേര്, ആ ഉണ്ണിയുടെ പേര് ഏതാ ഇപ്പൊ വന്നു കൂടിയതില്. എന്റെ ഉണ്ണി അത് അപ്രകാരം വേണ്ടാതരം ചെയ്തപ്പോൾ നിന്റെ ഉണ്ണിനെ ചേർത്തേതാ. എന്ത് കാര്യം ഇരിക്കണേ? നിന്റെ ഉണ്ണിക്ക് വല്ല കാര്യണ്ടാ? ഒരു പൈതലില്ലേ? ആ ഉണ്ണിക്കും ഒരു ഭവനും സന്താനങ്ങളല്ലേ? ആ ഉണ്ണി അത്രക്കാരനാ. പിന്നെ എന്തിനാ അതിൽ കൂടാൻ പോയേ? ആ ഉണ്ണിക്ക് വെള്ളിയേ വേണ്ടു. വെള്ളി കഴിഞ്ഞ് ആ ഉണ്ണിയുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ വെള്ളി വാങ്ങിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അടുത്ത ഇല്ലത്ത് കയറും. മനസ്സിലായില്ല. ഇവിടുത്തെ ഈ തൊഴുത്തിലെ പുല്ലും വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ കിട്ടാൻ മാർക്കില്ല. അതിന് അടുത്ത തൊഴുത്തിൽ കയറുന്ന അങ്ങനത്തെ ഒരു മുതലാ ആ ഉണ്ണി. 2 പേരെ ചിത്രം കൊണ്ടുപോവാ. ഒരു മതം ഒരു കൊടിയാളോ. അതിനെ ഞാനും പറഞ്ഞ മനസ്സിലായില്ല നിനക്ക്. എന്ത് സന്തോഷം കിട്ടി അങ്ങോട്ട് പോയിട്ട് വല്ലതും കിട്ടിയാ ഇല്ല. നിന്റെയും ആ ഒരു ഉണ്ണിപ്പോയതിന്റെയും മനസ്സിലായിട്ടും എവിടെ കൊണ്ടുപോയിട്ട് തീർക്കും. ആ ഉണ്ണി എന്ത് ചെയ്തു? നിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നീ ഈ ഭൂമി മലയാളത്തിൽ കാണാനും കേൾക്കാനുള്ളത് അതും അതിന്റെ അപ്പുറത്തും കണ്ടു. ഈ ഭൂമി ലോകം എന്താണെന്ന് നീ അറിഞ്ഞു. ആ പൈതൽ എന്ത് പഴച്ചു മനസ്സിലായില്ല. ആ ഉണ്ണിപ്പൈതൽ എന്ത് പഴച്ചു? അങ്ങനെയാണ് ഇപ്പൊ അതിന്റെ കാര്യമില്ലല്ലോ. ആ ഉണ്ണിക്ക് എവിടേക്ക് വേണമെങ്കിലും മലഞ്ഞു നടന്നുണ്ടായി. ഞാൻ തീർപ്പാക്കി തരാം. എന്താ കണ്ണിൽ കണ്ടാൽ നീ അതൊക്കെ എടുത്തെറിയ അല്ലേ? നല്ല ശീല. തൊട്ട് ഇന്നക്കം വരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കൊടുക്കുന്ന ഉണ്ണികൾക്ക് എന്തെങ്കിലും കിട്ടണം, എനിക്കും കിട്ടണം. നിന്റെ അച്ഛന്റെ അത്താഴ് കഴിഞ്ഞ് അത് എടുക്കേണ്ട നേരം കാലാകുമ്പോഴേക്കും നിന്റെ ഉടപ്പുറന്നുള്ള ആലയത്തില്, അതായത് ശരിയായിട്ടുള്ള ഉടപ്പുറന്നുള്ള ആലയത്തിലെ കവാടം ഉച്ചയ്ക്ക് അടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇത് വിറ്റ് ബലമാരി തരണം. സമ്മതിച്ച ദിനം 2 നേരം ഒരു പെട്ടിട്ട് വെച്ചോ വഴി ഞാൻ ഉണ്ടാക്കി മതിയാ. അനിയടല്ല നക്ഷത്രം. ഇപ്പൊ സമയം മാറിയിട്ടുള്ള ശനി ഉണ്ടായിരുന്നു. വീണു വാഹനം തട്ടുമുട്ട നീ വീഴങ്ങനെ ചെയ്തു. ഇപ്പോഴും ചോദ്യത്തിന് മാറുന്നില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് വീണ കണക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വീണു വാഹനത്തിന് വീഴുക, അല്ലെങ്കിൽ നിനക്ക് വല്ല വാഹനം തട്ട്, അല്ലെങ്കിൽ വാഹനത്തിൽ വീഴുക, അങ്ങനെ എന്തായാലും വഴിയരികിൽ വീണിട്ടുള്ളൂ മാത്രം അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതെന്നെ വേണം. ഇത് എത്ര നാളായി? അതല്ല, വീഴ്ച കഴിഞ്ഞിട്ട് എത്ര നാളായി? അത്രല്ലേ ഉള്ളൂ. മതി. അങ്ങനെയല്ല സംഭവിച്ചത്.
സുഖമായിരുന്നാ പോരെ? അതല്ലേ വേണ്ടോ? ഓരോ ദിവസം എണ്ണം കൂട്ടിക്കൊണ്ടിരാം മതിയാ. നീ പോണ ദിക്ക് തൊട്ട് പോണ ദിക്ക് വരെ എഴുതി തരണം എനിക്ക്. അതായത് ഇന്ന സ്ഥലത്തു തൊട്ട് ഇന്ന സ്ഥലം വരെ ഞാൻ പോകും. മനസ്സിലായില്ല? ഇത് വിഷവലം മറന്ന സ്ഥലം കൂടി എഴുതുന്നു. ഇനി വരുമ്പോ ഉണ്ണി ചോദിക്കുന്ന വെള്ളി കൂടുതലെന്നാ പറയണ അല്ലേ? അത്രയും വേണം. അപ്പൊ നീ അടന്ന് മാറ്റി പിടിക്കും. പോണ്ട ദിക്കല്ല, നിനക്ക് വെള്ളി കിട്ടേണ്ട അടന്ന് മാറ്റി പിടിക്കും. ഇപ്പൊ ആ സമ്പ്രദായം നോക്കണ്ട ഉണ്ണിയ. ആരുടെ പേരില്? ആട്ടക്കാരൻ പറഞ്ഞൊരു ദിക്കില്ലേ, ആ ഉണ്ണി പറഞ്ഞു നീ അവിടേക്ക് നിന്നു ഇടാ, അങ്ങോട്ട് കിടക്കുമ്പോ എന്നെ വിളിച്ചിട്ട് കിടന്നേക്കണം. ഇത് ഉടമ്പടിയാക്കി കിട്ടിക്കഴിഞ്ഞാലേ എനിക്ക് കുറച്ച് വെള്ളി തരണം. തിന്നു മനസ്സിലായ? നക്ഷത്രം എന്താന്ന് പറഞ്ഞു? നിനക്ക് ആദ്യത്തെ വെള്ളി കിട്ടിയ മനസ്സിലായി? ഇതുവരെ വെള്ളി കിട്ടാണ്ടായിരുന്നു. അതായത് ആ ദേശത്തൊരു അധികാരി ഉണ്ട് ഉണ്ണി. ചില ആൾക്കാരുടെ മാറി കാരണം കൊണ്ട് കിട്ടിക്കൊടുക്കില്ല എന്ന് പറഞ്ഞ ഞാൻ ആ ഉണ്ണിനൊന്ന് തട്ടിട്ടപ്പോ എല്ലാ കടലാത്തുണ്ടുകളും തരാം. ഇപ്പൊ വെള്ളി കിട്ടാറായി. ഇപ്പൊ പറഞ്ഞു ഇനി 4 മാസക്കാലം കഴിഞ്ഞിട്ട് മതി. നീ വാങ്ങിച്ചോ, അല്ലെങ്കിൽ നിനക്ക് കിട്ടില്ലേ? മീതുള്ള കടലാസുണ്ടൊക്കെ എഴുത്തുകുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെ നിനക്കെന്താ പേടി? ഞാനല്ലേ അത് തരാക്കി വെച്ചാൽ പിന്നെ നീ എന്തിനപ്പോ വേണ്ട? ഇനി വേണ്ടാന്ന് പറഞ്ഞ കിട്ടില്ല. മനസ്സിലായില്ല? നീ എഴുതി കൊടുത്ത വെള്ളി ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞ പിന്നെ നിനക്ക് കിട്ടില്ല. ആ പെണ്ണ് തരൂല. ഏതാ നീ പറഞ്ഞില്ലേ ആ ദേശത്ത് ഒരു ഭാഗത്തിന് ഉണ്ണികളാൽ എടുത്ത ഒരു ഉണ്ണിയില്ലേ, ആ ഉണ്ണി തരൂല. പ്രത്യേകം നിനക്ക് തരില്ല. ഇതെന്റെ മായം കളിച്ച് നിനക്ക് നിന്റെ അധികാര പത്രങ്ങളൊക്കെ ഞാൻ തരപ്പെടുത്തി വെള്ളി അനുവദിച്ചിട്ട് അത് വാങ്ങിച്ചോ. തുടങ്ങില്ല നീ പിന്നെ സാവധാനം തുടങ്ങിയ. മനസ്സിലായ? ഒക്കോ സന്തോഷല്ലേ? ഇനി വരുമ്പോ ഒരു ചെമ്പോലത്ത് ഇങ്ങോട്ട് തരാം. ഇനി എന്നൊക്കെയാ പോണേ? തിരിച്ച് അടുത്ത കർമ്മത്തിന് പോയോ? അടുത്ത കർമ്മത്തിന് വരാൻ. അടുത്ത കർമ്മത്തിന് വരാൻ ഒക്കോ. അത് നീ എന്നോട് ചോദിച്ചാൽ ഞാനിങ്ങനെ എടുത്തു തരാം. എവിടുന്നാ വരുന്നത്? ഉണ്ണിയുടെ നാമോദയ നക്ഷത്രം എഴുതി കൊണ്ടുപോവാം. മനസ്സിലാവണ്ട? എന്ത് വിദ്യ പഠിച്ചതിന്റെ വിവരം എഴുതി കൊണ്ടുപോവാ. ഒരു മധു, ഒരു കൊടിയാള, ഒരു പാത്രം നെയ്യ് കൊണ്ടുപോവാ. ആ മണ്ണെടുത്തിട്ട് വാ. നീ എഴുതി വെച്ച ഒരു കടലാസ് കൊണ്ടില്ലേ, ആർക്കെ കൊടുത്ത ഏത് അധികാരികളുടെ കയ്യിൽ കൊടുത്തതിന് ആ അധികാരിയുടെ പേര്, ആ അധികാരി സ്ഥാപനത്തിന്റെ പേര് എഴുതിട്ട് വാ. ഞാൻ വഴി ഉണ്ടാക്കി തരാം. മതിയാ? എനിക്കൊരു കാര്യസത്യം പൂജ കഴിച്ചപ്പോ ഞാൻ നടപടിയാക്കി തരാം കേട്ടോ. അതല്ലേ ചോദിച്ചാ പിന്നെ എങ്ങനെ ഉപദ്രവം? മൂന്നാം നിശ്ചയപ്രകാരം നോക്കിയാൽ എല്ലാ കടലാസുകൊണ്ട് കൊണ്ടുവന്ന് ഞാൻ വഴി ഉണ്ടാക്കി തരാം. മതി. മൂന്നാന്റെ നിശ്ചയപ്രകാരം ഒരു നോക്കിയറിഞ്ഞൊരു കടലാത്തുകൊണ്ട് കൊണ്ടുവരാൻ. മനസ്സിലായില്ല? മധുസേവില്ല, ഒരു കുഴപ്പമില്ല. ഭവനത്തിൽ ഇരുന്ന തകരാറ് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. മനസ്സിലായി? ഞാൻ പറയുന്നതിൽ നല്ലതല്ലേ? അവിടെ നിന്ന് ഏത് ഭാഗത്തുനിന്നൊക്കെ തല്ല് പറഞ്ഞെന്ന് ഞാൻ നോക്കി പറഞ്ഞു തരാം. നീ ഒന്ന് നോക്കി വാ. മനസ്സിലായ? എന്നിട്ടാ പറഞ്ഞു ഈ ദേശത്തുള്ളൊന്നും വേണ്ട. മനസ്സിലായില്ല? ഈ ദേശത്ത് നോട്ടക്കാരൊന്നും വേണ്ടെന്ന് പോയി നോക്കിട്ട് അതെവിടുന്ന് വന്നെന്ന് നോക്കട്ടെ. വ്യാഴം 11 മണിക്ക് വന്നത് എവിടുന്ന് വരും?
ഭവനത്തിന്റെ 4 ഭാഗത്തിൽ നിന്നും മണ്ണ് അങ്ങേരെ ഒഴിഞ്ഞുവാനിട്ടേ ഒരു അശേഷൽ പ്രതിമ, ആണും പെണ്ണല്ലാത്ത പ്രതിമ കിട്ടും, മനസ്സിലായില്ല. അതും കൊണ്ടുപോവാം. ഒരു മാസം 1 കോടിയാണ്, ഒരു മാസം നെയ്യായിട്ട് ഞാൻ വഴി ഉണ്ടാക്കി തരാം. അവരുടെ പേരൊക്കെ കൊണ്ടുപോയി ഇതൊരു 1000 പൂജ കിട്ടും. ഒരു അശേഷാൽ പ്രതിമ എന്ന് പറയണം, ആണും പെണ്ണല്ല, അല്ലെങ്കിൽ ആണും പെണ്ണും കൂടി വാങ്ങിക്കാം. അതൊക്കെ നീ അങ്ങനെ പറഞ്ഞാൽ മതി, അപ്പൊ അവർ തരും. ഇത് വാങ്ങുന്ന സ്ഥലത്തെ അങ്ങനെ പറഞ്ഞാൽ ഒരു അശേഷാൽ പ്രതിമ എന്ന് പറയാം, ആണും പെണ്ണല്ലാത്ത, മനസ്സിലെ ആണും പെണ്ണും കൂടി നിൽക്കുന്ന പ്രതിമ. അല്ലെങ്കിൽ നീ ആണും പെണ്ണും വേറെ വേറെ, അതില്ല എന്നുണ്ടെങ്കിൽ വേറെ വേറെ വാങ്ങിച്ചോ. ഭവനത്തിന്റെ 4 ഭാഗത്ത് ഒരു നുള്ളു മണ്ണ്, ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം, 2 പേരും വീണ്ടും ഒരു പിടി വെട്ടി കൊണ്ടുപോകാം. ഒരു കാര്യത്തിന്റെ പൂജ ഞാൻ വഴി ഉണ്ടാക്കി തരാം. അവരെ ഞാൻ ചേർത്ത് നിർത്തി തരാം. അതാണ് പറഞ്ഞ വ്യാപാരം ഉണ്ടാക്കി തരാം. ആലയം പണിതിരുത്താൻ പറയും, അല്ലാണ്ട് എന്റെ അടുത്ത് നിന്ന് ഞാൻ ആലയം പണിത് തരില്ല. അതെന്റെ കുറ്റല്ല, മനസ്സിലായില്ല, അതെന്റെ കുറ്റല്ല. ഞാൻ ചില ഭവനത്തിൽ കയറി എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാല് പിന്നെ എന്നോട് പറഞ്ഞു വരരുത്, മനസ്സിലാവണ്ട. നിന്റെ 4-ാം മഠത്തിരിക്കുന്ന കരുക്കളെ നിങ്ങൾ നോക്കാതെ കണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്നോട് നോക്കാൻ പറയില്ല. എന്താ ഒരു ന്യായമുള്ള അല്ലേ? അതെന്റെ ഞാനാണ് പൊളിച്ചു കളഞ്ഞ്, അല്ല നിങ്ങളല്ല പൊളിച്ചു കളഞ്ഞ്. ഞാനൊരു ഉണ്ണിനും പൊളിച്ചു കളഞ്ഞ് തെക്കേപ്പുറത്ത് വെച്ചിട്ടില്ല. ഇനി അങ്ങനെ വഴി ഉണ്ടാക്കിയിരുന്നു, മനസ്സിലാവണ്ട. ഇത് വെറുതെ ഇരിക്കുന്നല്ല കല്ലും കരിക്കൾ. നീ എല്ലാ ഉണ്ണികളും കൂടി കൂട്ടിക്കോ. എല്ലാവരോടും പോയി പറയാം, മനസ്സിലാവണ്ട. അണ്ട് എല്ലാവരും ഞാൻ ചേർത്ത് നിർത്തി തരാം. എന്നിട്ട് അത്രേ ഉള്ളൂ. ഇനി അത് ശരിയായിട്ട് എന്റെ ഇല്ലത്ത് വന്നാൽ മതി. എന്നെ കാണാൻ പറ്റാന്ന് ഞാൻ പറഞ്ഞില്ല. ഈ ആവശ്യം പറഞ്ഞു വരണ്ട, മനസ്സിലായില്ല. നിന്റെ 4-ാം മഠത്തിരിക്കുന്ന അന്യം അതുപോലുള്ള കരിക്കളും നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പൊളിച്ചു കളഞ്ഞിട്ട് എന്നോട് വന്ന് പണി തരാൻ പറഞ്ഞു. ഞാൻ എന്റെ പണിയിനാളാ. അതൊന്നും ആൾക്ക് നിശ്ചയല്ല, ഞാൻ പണിത് കൊടുക്കണം. ചെറിയൊരു മുല്ലത്തരമായി അതിനല്ലേ എല്ലാവരോടും കൂടി പറയാൻ പറഞ്ഞു. ഞാൻ ഇനി ഏതെങ്കിലും ഭവനത്തിൽ കയറി ഏതെങ്കിലും കുഞ്ഞുകുട്ടി പൈതങ്ങളെ ഞാൻ ദ്രോഹിച്ചൊക്കെ വരും. അങ്ങനെ വേണം. അപ്പൊ അതും വേണ്ട, ഇതും വേണ്ട. ചെറിയൊരു മുല്ലത്തരം ഉണ്ടാക്കാൻ നോക്ക്. എല്ലാ ഉണ്ണികളും കൂടി പിടിച്ചു കൂട്ടും, മനസ്സിലാവണ്ട. അതും കൊണ്ടുവരും. അത് ഞാൻ പൂച്ചാണ്ട് തരാം. അതുകൊണ്ട് വഴി ഉണ്ടാക്കി തരാൻ പോക്ക്. ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. ജനങ്ങൾ കാണാൻ വരുന്ന കാര്യമല്ല ചോദിച്ചാ. എനിക്ക് മധു വെച്ച് കർമ്മണ്ടോന്നോ ചോദിച്ചേ. ഉണ്ടായിരുന്നുള്ള അതെന്താ മാറ്റിയേ? ആരാ നിന്റെ കൂടെ വന്നേക്കണേ? ഇങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വങ്ങട് വാ പോലെ. എനിക്ക് വേറെ കാര്യമുണ്ട്. ഉണ്ടായിരുന്നുള്ള ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. എനിക്ക് മധു വെച്ച കർമ്മ ഉണ്ടായിരുന്നു, അതെന്തേ മാറ്റിയേ? ആര് പറഞ്ഞിട്ട് മാറ്റി? ഇത്രയും പറഞ്ഞാൽ മതി. അറിയാണ്ട് എങ്ങനെ ശരിയാവാ? എത്ര വയസ്സായി നിനക്കുമ്മേ? അപ്പൊ അതിന് ഈ പ്രായത്തിലായിട്ട് എനിക്ക് മധു വെച്ച കർമ്മം ചെയ്ത് നീ കണ്ടിട്ടില്ലേ? അത് തന്നെയാ ചോദിച്ചത്. എന്താ ഇപ്പൊ പറഞ്ഞു ഞങ്ങള് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തേ മാറ്റിയെന്ന് അതെന്നാ ചോദിച്ചുള്ളൂ. എന്തേ മാറ്റിയെന്ന്? ഞാൻ ഇങ്ങോട്ട് മാറിയെന്ന് എന്തിനാ? എനിക്കിതൊക്കെ വേണം. ഒരു അണ്ടക്കോളം എനിക്കിത് ഉണ്ണികളുടെ മാതിരി കടിച്ചു പറിക്കണം. അതിന് വേണ്ടി ഞങ്ങൾ മാറിയിരുന്നു. അവിടെ അത് പറ്റില്ല. ഉണ്ണിയുടെ 4-ാം മഠത്ത് അവിടെ ഇരിക്കുമ്പോ അതെനിക്ക് തന്നിരുന്ന, എന്റെ കാളി ഇരിക്കുമ്പോ എനിക്കത് തന്നിരുന്ന. ഇപ്പൊ പിന്നെ എന്തിനാ മാറ്റിയേ? എന്റെ കാളിക്ക് മാറ്റം വന്നാ? നിന്റെ പിതാവ് മാറിയിട്ടുണ്ടാ? ഇല്ലില്ല. മാതാവ് മാറിയിട്ടില്ല. എന്താ? 4-ാം മഠത്തിന്റെ പേര് മാറിയിട്ടില്ല, ഞാനും മാറിയിട്ടില്ല. അപ്പൊ എന്റെ കർമ്മം എങ്ങനെയാ മാറിയേ? എന്താ മനസ്സിലായില്ല? എനിക്കൊരു വിദ്യയില്ല. എന്നെ കുടിവെപ്പ് സമ്പ്രദായം എവിടേക്ക് എടുത്തുണ്ടോ? എനിക്ക് പിന്നെ ഇങ്ങനെ ശാസ്ത്രവിദ്യ വരണേ? ഞാൻ എന്നും ചാത്തനാ, എന്നും മധുവേവിക്കുന്ന ആളാ, മനസ്സിലായില്ല. നിന്റെ 4-ാം മഠത്ത് എനിക്ക് എന്നും തന്നിരുന്ന നിന്റെ പിതാവിന്റെ പിതാവ് എന്നെ ഉള്ളം കയ്യിൽ കൊണ്ടിരുന്ന ആ ചായ്പിനകത്ത് അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് മാറിയിരുന്നിട്ടുള്ളൂ. അല്ലാന്ന് നീ പറയോ? 58 വയസ്സ് കാലപ്രായം എന്നല്ലേ നിനക്ക് പറഞ്ഞു. നിന്റെ നിന്റെ പിതാവിന്റെ പിതാവ് എന്നെ ചായ്പിനകത്ത് കൊണ്ടുവന്നു. എന്നെ തള്ളച്ച് കൊണ്ടുവന്നാ സ്ത്രീധനം മുതലായിട്ട്. അല്ലാണ്ട് സേവിച്ച് നിന്റെ മുത്തലൊന്നും കൊണ്ടുവന്നില്ല. ആ കർമ്മം നിന്നാ മാറ്റിയേ? 4-ാം മഠത്തെ ഏതെങ്കിലും ഭവനത്തിൽ എനിക്ക് തന്നു മുടക്കം കൂടാണ്. ഒരു കൊല്ലത്തിൽ 3 തവണ, കൊല്ലത്തിൽ 3 തവണ തരുമോ? ഇവിടെ തരല്ല. ഇവിടെ എനിക്ക് കിട്ടും. ഇവിടെ കിട്ടിയ ഞാൻ അവിടുത്തെ ആളാവൂ? ഇല്ല, അവിടെ നിങ്ങളുടെ ആളാ.
ഇവിടുത്തെ ആളാണ്. ഇപ്പൊ ഞാൻ എല്ലാവരുടെയും ആളാണ്. മനസ്സിലായില്ല? മനസ്സിലായ? ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഏതെങ്കിലും നിന്റെ ഉണ്ണിക്ക് കർമ്മം കിട്ടിക്കഴിഞ്ഞാൽ വിപുലമായിട്ട് നിന്റെ ഭവനത്തിൽ എനിക്ക് മധു വെച്ച് കൊക്കടം ചെയ്തിട്ട് കർമ്മം തരാന്ന് പറഞ്ഞാൽ ഞാൻ നടത്തിത്തരാം. അതൊന്നും വേണ്ട. ഇത് കിട്ടിയ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ തരണ്ടാക്കി തരാം. ആട്ടക്കാരനുണ്ട് അവിടെ ഉണ്ടാ? ഭംഗിയിൽ വരുന്നുണ്ടാ? പ്രകൽപ്പനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതെനിക്കറിയാം. ഭംഗിയിൽ വരുന്നൊന്നും ചോദിച്ചോളൂ. നല്ലല്ല. ഞാൻ മണ്ഡപം ഇല്ലാന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ മണ്ഡപത്തിൽ ഞാൻ ഭംഗിയില് ആ ആട്ടക്കാരന്റെ ശരീരത്തിൽ വരണമെന്ന് മാത്രമേ മറ്റു ഭാഷ പറയണ്ട. മനസ്സിലായില്ല? ഒന്നുമില്ല. വചനണ്ട. ഇതിന് മുമ്പുണ്ടായതല്ല. അതെന്ത് നിന്നേ? അപ്പൊ ഇത് ഇവിടെ വല്ലവരും പിടിച്ച് കെട്ടിയാ മിണ്ടാൻ പാടില്ല എന്നുകൊണ്ട് നിന്റെ നാക്ക് കെട്ടിണ്ടാ? ഞാൻ ഇല്ലില്ല. പറയൂ. എന്നിട്ടാണെങ്കിൽ ഉണ്ണിയോട് പറയേണ്ടതാ. മറ്റുള്ള ഉണ്ണികൾ സമ്മതിക്കൂ. മനസ്സിലായില്ല? നിന്റെ ഭവനത്തിലെ ചാത്തനാ ഞാൻ, ഇവിടത്തെ ചാത്തനല്ല. നിന്റെ നാലാമിടത്തെ ഉണ്ണിയിൽ സമ്മതിക്കുന്നു ഇങ്ങനെ മധു വെച്ച് കർമ്മം തരാൻ. ഒറ്റ തവണ മതി. സമ്മതിക്കുന്നു? സമ്മതിക്കില്ല. കണ്ട കാലം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ അങ്ങനത്തെ ഒരു സമ്പ്രദായം വേണ്ടെന്ന് പറയുള്ളൂ ഇല്ലേ? ഇതൊക്കെ മുൻപ് ചിന്തിക്കണം. മനസ്സിലാവണ്ട? മനസ്സിലായ? എന്റെ അടുത്ത് വന്നല്ലേ, ഞാൻ നടത്തിത്തരും. മനസ്സിലായില്ല? നിന്റെ ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ് ഒരു മധു ഒരു കൊടിയാടെ ഒരു പാത്രം നെയ്യും. ആ ഉണ്ണി പോകേണ്ട ദിക്കും കാര്യങ്ങളും പോയി നിൽക്കില്ലേ? അത് ആ ഉണ്ണിയുടെ നാമോദയ നക്ഷത്രം ഒരു ചിത്രം കൊണ്ടുപോവാ. കിട്ടുന്ന കർമ്മത്തിന്റെ പകുതി വെള്ളി എനിക്ക് തരണം. പകുതി വെള്ളി നിന്റെ 4-ാമിടത്ത് എന്നെനിക്ക് പുറത്തകത്തെ കർമ്മം തരുമ്പോ അന്ന് വിനിയോഗിക്കാം. മനസ്സിലായില്ല? മനസ്സിലായ? അല്ലെങ്കിൽ നിന്റെ ഭവനത്തിൽ എനിക്ക് വെള്ളാട്ട മണ്ഡപം തരും മധു വെച്ചിട്ട്. അതിനൊരാൾക്കും ഒന്നും പറയാൻ പറ്റില്ല. പറ്റൂ? 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 ആ ആട്ടക്കാരൻ വേണ്ട. നിനക്ക് ഇഷ്ടമുള്ള ഉണ്ണിനെ കൊണ്ടുവരാം. ആ ആട്ടക്കാരൻ വേണ്ടെന്ന് പറ്റൂ? നീയായിട്ട് ഉടമ്പടി എന്നുവെച്ചാൽ നിന്റെ പുരുഷൻ നിൽക്കുമ്പോ നീ എന്തിനാ വന്നിരുന്നേ? എന്നെ കൊണ്ടുവന്നൊരു തള്ളച്ചിയാ. അപ്പൊ മനസ്സിലായ? ആ വന്ന വഴി അല്ലെങ്കിൽ ഈ ഉണ്ണി വന്നപ്പോൾ എനിക്ക് ആ ഉണ്ണി ഉണ്ടായുള്ളൂ. നീ പോന്നപ്പോ കൊണ്ടുവന്നല്ല. ഈ ഉണ്ണിയല്ല പറയണ്ട എന്റെ ഉണ്ണി ഇങ്ങനെ സ്ഥലത്ത് പോയിട്ടുണ്ട് കർമ്മം കിട്ടുന്നു. നീയല്ല വന്നിരുന്നേ. അപ്പൊ ഞാൻ വന്ന വഴി മനസ്സിലായോ നിനക്ക്? ഈ ഉണ്ണിനെ വിളിച്ചപ്പോഴല്ല വന്നേ. ഈ ഉണ്ണി നിന്റെ ആളെന്ന് എനിക്ക് അറിഞ്ഞിട്ട് തന്നെ വരാൻ പറഞ്ഞു. മനസ്സിലായ? കിട്ടുന്ന പകുതി വെള്ളി എനിക്ക് തരണം. പകുതി വെള്ളി എടുത്ത് വെച്ചേക്കണം. എനിക്ക് നിന്റെ ഭവനത്തിലൊരു മണ്ഡപം തരണം മധു വെച്ച്. മനസ്സിലായില്ലേ? അത് നിനക്ക് വഴിപാട് മണ്ഡപല്ലേ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വീതോട് കലശാകുമ്പോഴല്ലേ കുഴപ്പമുണ്ടോ? വഴിപാട് മണ്ഡപേ എനിക്ക് അങ്ങനെ വേണമെങ്കിലും തരാം. നിനക്ക് ഇഷ്ടമുള്ള ആട്ടക്കാരനെ വിളിക്കാം. നിന്റെ 4-ാമിടത്തെ ആട്ടക്കാരൻ വേണ്ട. സമ്മതിച്ച? ഇതിലൊരു വെള്ളി നാണയമായിട്ടില്ല. കർമ്മം നടത്തി തരണം നീ എനിക്ക്. എന്ത് തന്നെയായാലും എന്ത് ബന്ധനങ്ങളുണ്ടെങ്കിലും അതൊക്കെ പൊട്ടിച്ച് എന്റെ ഉണ്ണിക്ക് കർമ്മം കിട്ടണം. കർക്കിടം ഇനി കർക്കിടകാവൻ അധികം ദിവസങ്ങളില്ല. കർക്കിടം 7 കഴിഞ്ഞെടുത്ത് എന്റെ ഉണ്ണിക്ക് കർമ്മം വാങ്ങിച്ചെന്നില്ലെങ്കിൽ നീയും ഞാനായിട്ടൊരു ബന്ധമില്ല എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നീ പൊതിഞ്ഞു വെച്ചു. ഞാൻ പോയി ഉണ്ടാക്കി തരാം. അതൊക്കെ കഴിഞ്ഞ് നീ അങ്ങോട്ട് കയറുമ്പോ എന്നെ വിളിച്ചു, ഇറങ്ങി പോരുമ്പോൾ എന്നെ വിളിച്ചു. മനസ്സിലായില്ല? കയറുമ്പോ അങ്ങോട്ട് വിളിച്ചോളാം. ഞാൻ കർമ്മത്തിന് കയറാം. നീ ഇത് നോക്കിയേക്കണം. ഇറങ്ങി പോരുമ്പോൾ ഇന്നത് കയറി ഈ നേരം വരെ ഞാനിവിടെ കർമ്മം ചെയ്തു. ഇതെനിക്ക് തരപ്പെട്ട് തരണം എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു പോരെ. പൊക്കോ. ആ പൊക്കോ. കാളിയോട് അത്രയും ശല്യം ചെയ്യുന്നുണ്ട്. നീയൊരു ഉണ്ണിയാണെങ്കിൽ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അത് അത്രയും ഉണ്ണികളുടെ എല്ലാവരുടെ കാര്യങ്ങളും കൂടി പൂർത്തീകരിച്ച് കെട്ടാനാ. നീ പേടിക്കണ്ട. ഇത് 5 കൊലത്തിൽ കിട്ടാൻ എവിടുന്ന് വന്നു പോയിട്ട് എന്താ പറഞ്ഞ ഉണ്ണി? എവിടുന്ന കിട്ടാനുള്ളത്? ആ എങ്ങനെയാ കിട്ടാനുള്ള എന്നാ ചോദിച്ചു.
കട കൊടുത്താ കട കൊടുത്താണോ? ജാമ്യാണ് കടല്ല. കട അടിക്കില്ല, ജാമ്യം അടിക്കണം. ഞാൻ വാങ്ങിച്ചു തരാം. ഇതാ ഇത് 5 കൊല്ലത്ത് വെച്ചിട്ട് ആവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ആസ്ഥാനത്തിനുള്ളിൽ കിട്ടാം. ഈ ക്ഷേത്രം 5 കൊല്ലം വെച്ചിട്ട് അതൊന്ന് പൊട്ടാ രജനി മൂലം അത് ഞാൻ വിറ്റുബലമാറി തരാം. ഉണ്ണിക്കുള്ള വിഹിതം വാങ്ങിച്ചേക്കണം, എനിക്കുള്ള വിഹിതം വേറെ വാങ്ങിച്ചേക്കണം. മനസ്സിലായില്ല? നീ എന്റെ ഏട്ടനെ വെച്ചൊക്കെ തലവീര്യം ചെയ്യുമ്പോൾ എന്റെ ഏട്ടന് കിട്ടാനുള്ളത് വെള്ളി നീ കണക്ക് പറഞ്ഞ് അവരോട് വാങ്ങിച്ചേക്കണം. അതിന്റെ ഒരു വിഹിതം എനിക്ക് തന്നേക്കണം. മനസ്സിലായ? ഞാൻ വിറ്റുബല മാറി കൊടുക്കാന്ന് പറയും. അതിനകത്ത് പ്രാർത്ഥനയുണ്ട്. മനസ്സിലായില്ല? അതിനകത്ത് പ്രാർത്ഥനയുണ്ട്. അതിനകത്ത് തങ്ങിപ്പാർക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് പോകുന്ന ഉണ്ണിസന്താനങ്ങളെ ആ മണ്ണ് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോളൂ. അപ്പൊ അവരോട് പറഞ്ഞേക്കാം, അതിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ് ആ ദേശത്തെ കാളി, അതായത് മനസ്സിലായില്ല, ആ മണ്ണിരിക്കുന്ന ദേശത്തെ കാളിയുടെ ആ സ്ഥാനത്ത് കവാടത്തിന്റെ തിരുമുമ്പിൽ കൊണ്ടിട്ടിട്ട് മണ്ണ് വിറ്റുവില മാറിക്കഴിഞ്ഞാൽ ഒരു ചുറ്റും ദീപത്തിനും ഒരു അന്നത്തിനും കടും മതിലെത്ത് കൊടുക്കാന്ന് പറഞ്ഞ് പ്രാർത്ഥനാ സങ്കല്പം വെച്ച് പോന്നേക്കാന്ന് പറയാം. ഒരു പിടി മണ്ണിന് എത്ര വെള്ളി കിട്ടും മുന്നേ അവിടെ? അപ്പൊ അത് വിഹിതം ഒരു പിടി മണ്ണിന്റെ വെള്ളി വാങ്ങിച്ചേക്കണം കേട്ടാ. പൊക്കോ, ഞാൻ വഴിണ്ടാക്കിയത്. എന്നാലും ഉണ്ണിസന്താനത്തിന് ശരീര സംബന്ധമായിട്ടുള്ള കർമ്മ മേഖലയിലോ ഭാരമില്ല. അങ്ങനെ തന്നെ പറയാം, ഭാരമില്ല. ഞാൻ നിന്റെ വാക്കിലേക്ക് വന്ന ഭാരമില്ല. മനസ്സിലാവില്ല? അവിടെ നിന്ന് ആദ്യം ചെന്ന് ഇല്ലത്ത് ഞാൻ മാറ്റി ആ ഉണ്ണിസന്താനത്തിന് വേറെ ഇല്ലത്തേക്ക് ഞാൻ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഉണ്ണിസന്താനത്തിന് പറഞ്ഞ വെള്ളി ആ ഉണ്ണിന്ന് കയറി കാല് കുത്തിട്ടില്ലല്ലോ. 2 മാസക്കാലായ 2 മാസക്കാലായിട്ടില്ല. ഒരു 6 മാസത്തിന് ഇപ്പുറം ആ ഉണ്ണിസന്താനത്തിന് ഞാൻ പറഞ്ഞ വെള്ളിക്ക് ഞാൻ നിലനിർത്തിക്കൊണ്ടുവന്നേക്കാം. അതൊന്ന് മാറ്റിത്താ എനിക്ക്. അത് ഞാൻ മാറ്റുന്ന ആളല്ല. മനസ്സിലായില്ല? അതെന്റെ അച്ഛൻ മാറ്റുന്ന ആളാണ്. അച്ഛൻ അതിന്റെ ആള്. അച്ഛനെ കണ്ടത്തിലെ കാളകുട വിഷം കണ്ടത്തിൽ വെച്ച്, അതുകൊണ്ടാണ് നീലകണ്ഠൻ എന്ന് എൻ്റെ അച്ഛൻ്റെ പേര്. മനസ്സിലായ? അപ്പൊ എൻ്റെ അച്ഛനെ അത് മാറ്റാൻ അവകാശമുള്ളൂ. മക്കളായി എനിക്കോ എൻ്റെ കാളിക്കോ എൻ്റെ ഏട്ടനോ ഭദ്രനോ ഒരു കരുക്കൾക്കും അത് മാറ്റാൻ അവകാശമില്ല. അപ്പൊ എൻ്റെ അച്ഛൻ ബാധി വെള്ളത്തിലിരിക്കുന്ന ഒരാളുണ്ട്. അവിടെ തലേനാൾ പോവാ, 5 നാളത്തെ വ്രതശുദ്ധിയോട് പോയിട്ട് അവിടെ ചെന്ന കാര്യം പൂർത്തീകരിച്ച് പോരെ. അപ്പൊ നിന്റെ പുരുഷനെയും നിന്റെ സന്താനങ്ങളെയും ഭംഗിയായിട്ട് ഞാൻ നിലനിർത്തി തരാം. മനസ്സിലാവുന്നു? അത് കഴിഞ്ഞ് മായക്കാരന് കർമ്മം തന്നു ഞങ്ങൾ ഇങ്ങനെയായി എന്ന് പറയരുത്, മനസ്സിലായില്ല? മനസ്സിലായില്ല? എവിടെയൊക്കെ കയറി കളിച്ചോട്ടെ, ഏതൊക്കെ കാടും പടലും കയറി കളിച്ചാലും മനസ്സിലാവണ്ട. എവിടെയൊക്കെ പോയി
പോയി കളിച്ചാലും അതിന്റെ സമ്മാനം കിട്ടണമെങ്കിൽ താഴ്ത്തു വരുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട. അതുപോലെ ആ ഉണ്ണി എവിടേക്ക് വരെ പോട്ടെ, അതിന്റെ സമ്മാനം ഞാൻ വാങ്ങിച്ചു കൊടുത്തേക്കാം കേട്ടോ. നീ ആവലാതിപ്പെടണ്ട. കരക്കടകൊന്ന് തീരട്ടെ, അതിനു മുമ്പ് ഞാൻ വടി വെച്ച് തരാം. അത് കഴിഞ്ഞ് ഞാൻ ഉണ്ണിയെ നിന്റെ ഇല്ലത്തിൽ കൊണ്ടുവന്നേക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഉണ്ണി സന്താനത്തിന്റെ ഉദരത്തിൽ ആ ആൺ സന്താനം കൊടുത്ത വിഷകാനി ഉണ്ടെന്ന് നീ അറിഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. നീ അതായത് നീ രാശിഫലക്കാരന്റെ ആസ്ഥാനത്ത് പോയിട്ട് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെന്ന് നീ അറിഞ്ഞിട്ടുണ്ട്, അത് ഞാനും അറിഞ്ഞിട്ടുണ്ട്. ഞാനത് മാറ്റിത്തരാൻ പോകും. അതെല്ലാം മണ്ണ് പൂച്ചിട്ട് തന്നില്ലേ, ഇതിനും ഒരു വെല്ലിട്ട് വെച്ചേക്കണം എനിക്ക് 2 നേരം. മനസ്സിലാക്കണ്ട, അത് ഞാൻ പൂർത്തിയിട്ട് ഭംഗിയാക്കി തരാം. പോരെ പോരെ നീ ഒന്ന് വെള്ളിക്ക് നിലനിൽക്കട്ടെ. അപ്പൊ വെള്ളി നഷ്ടത്തിലല്ലേ, നിന്റെ നഷ്ടത്തിലല്ലേ നിന്റെ ആ സ്ഥാപനം നഷ്ടത്തിലല്ല. നീ അതിനു വേണ്ടി വാങ്ങിച്ച വെള്ളി കൊടുത്തു തീർത്തിട്ടില്ല. അതൊന്ന് കൊടുത്തു തീരുന്നതിന് മുമ്പ് ഞാൻ വഴി ഉണ്ടാക്കി തരാൻ പോരെ. എനിക്ക് മുടക്കം കൂടാക്കണ്ടേ? നിന്റെ സ്ഥാപനത്തിന്റെ പേരിലും മംഗല്യം നടക്കാനായിട്ട് എനിക്കൊരു കാര്യസിദ്ധാർത്ഥം പൂജ, ഒരു മധു, ഒരു കൊടിയാട്, ഒരു പാത്രം നീ മുടക്കം കൂടാക്കണ്ട്. 30 നാള് കൂടുമ്പോ 2 നാളെ നീ വന്നില്ലെങ്കിലും എനിക്ക് നിന്റെ പേരില് എനിക്ക് മധു കിട്ടിയിരിക്കാന്ന് പറഞ്ഞ് കുട്ടിയാടാൻ കൂടി. മനസ്സിലാവണ്ട, അത് മാറിയാവുന്നു. മനസ്സിലായില്ല? അതുകൊണ്ട് കാര്യമില്ല. നീ വില്ലുമ്പേലും അതിന്റെ വല്ലിക്കുള്ളി നിനക്ക് കിട്ടണ്ടേ? അതിന്റെ ഉടമ കയ്യിൽ വെച്ചാൽ നിനക്ക് കാര്യം നടക്കും. മനസ്സിലായില്ല? നീ നിന്റെ ഭാഷയിലേക്ക് തന്നെ ഞാൻ ഇറങ്ങി വരാം. നീ ഇന്ന് പുലർക്കാല തൊട്ട് അല്ലെങ്കിൽ അത്താഴ സന്ധ്യ നേരം വരെ നീയെ എന്റെ മാടോടയ്ക്കും മാറി നീ ഉടച്ച വെള്ളി ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് നിനക്ക് കിട്ടും. നിന്റെ വയറപ്പ് പൊടിഞ്ഞല്ലേ? അതുപോലെ തന്നെ ഞാനിരിക്കുന്ന ഇല്ലത്ത് നീ പോയിട്ട് കാര്യം പറഞ്ഞു, ആ കാര്യം നടത്തി തന്നില്ല എന്നൊന്നും എനിക്കറിയണ്ട. ആ വെള്ളി അവിടെ കൊണ്ടുകൊടുത്തു. പിന്നെ എന്നോട് പറഞ്ഞ വെള്ളി എനിക്ക് തന്നില്ലെങ്കിൽ ഉണ്ണിയെ മനസ്സിലായില്ല. ഒരു ഭാഗം ചീഞ്ഞളിഞ്ഞാലും നീ മണ്ണീന്ന് പോവില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. നീ എന്നോട് കണക്ക് പറഞ്ഞ, വേറെ ഉണ്ണിയും കണക്ക് പറഞ്ഞിട്ടില്ല. നീ എന്നോട് ഒരു ആവശ്യം നടത്തി തരാൻ പറഞ്ഞു, അതിന്റെ ഉടമയെന്ന് എന്നോട് ആവശ്യം പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞാൽ നീ അത് കാര്യം നടത്തി ഞാൻ തന്നാൽ എന്റെ വെള്ളി എനിക്ക് തരണം. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ച വെള്ളി കിട്ടില്ല. ആ കണക്കൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. നീ എന്നോടൊരു വെള്ളി പറഞ്ഞിട്ടുണ്ട്, അതെന്റെ കർമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ വെള്ളിക്ക് ഞാൻ വിറ്റ് വില മാറി തന്നാൽ എന്റെ വെള്ളി നീ എനിക്ക് കൊണ്ടുവന്ന് തരണം. ഇല്ലെങ്കിലേ തടുക്കപ്പായാലും നീ കടുക്കും, മങ്കട് പോവില്ല. ഒരു ഭാഗേ മുറിഞ്ഞു പോയാൽ നീ പോവില്ല എന്നാ പറഞ്ഞേ. എന്റെ കിട്ടാക്കടം കിട്ടുന്നവരെ നീ മണ്ണിൽ കിടക്കുന്ന പറഞ്ഞെന്റെ താരം. അതൊക്കെ ഞാൻ തീർത്തരാം. നീ ഇതൊന്നും നടക്കണ്ട. നീ ആ വെള്ളി ആദ്യം കൊണ്ട് കൊടുക്കും. എവിടുന്ന് കൊടുക്കാനുള്ള എവിടെ സ്ഥലം? അപ്പൊ ഞാൻ ശരിയായിട്ടുള്ള എന്റെ പണിക്കരയില്ല, അത് കൊണ്ട് കൊടുക്കും. അത് കൊണ്ട് കൊടുത്തിട്ട് ഇനി കഥ പറയാം, അതും നല്ലത്. നീ ഇത് കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് കഥ പറയാന്ന് മനസ്സിലായിട്ട്. ഞാനിരിക്കുന്ന ശരിയായിട്ടുള്ള ആസ്ഥാനത്ത് എന്നൊരു പെൺസന്താനം സ്ത്രീധന മുതലായി കൊണ്ടുവന്ന ആ ഇല്ലത്ത് കൊടുക്കാനുള്ള കണക്ക് കൊടുത്ത് കണക്ക് തീർത്ത് നീ വാ. മനസ്സിലായ? ഇതിപ്പോ എത്രയുണ്ട്? അപ്പൊ നിന്റെ ഉണ്ണിനെ ഞാൻ 6 കടത്തി കൊടുത്തു. അവിടെ നിന്ന് കിട്ടുന്ന വെള്ളിയുടെ ഒരു വിഹിതം എനിക്ക് തരാന്ന് പറഞ്ഞു. അത് തന്നെ പറഞ്ഞു. സന്തോഷായില്ലേ? നീ വെള്ളി തന്നു വെച്ചിട്ട് എന്റെ കടം വീടില്ല. മനസ്സിലായില്ല? നീ എനിക്ക് ഒന്നും തരണ്ട. ആ ഉണ്ണി അവിടെ നിൽക്കുന്ന കാലം വരെ ഞാൻ ഈ വെള്ളിക്ക് എന്റെ ഇല്ലത്ത് ഞാൻ അന്നം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്ദി ഞാൻ കാണിച്ചിരിക്കും എന്നാ ഞാൻ നിന്നോട് പറഞ്ഞതിന്റെ സാരം. നീ വന്നില്ലെങ്കിലും ആ ഉണ്ണിനെ ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞതിന്റെ സാരം. അതിന് ഞാൻ തെറ്റ് പറഞ്ഞില്ലല്ലോ. മനസ്സിലായില്ല? അല്ലല്ല, ഞാനത് കടുംബാച്ചി കാണിച്ചില്ല. മുഴുവൻ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നീ അത്രയും കാര്യം കഷ്ടപ്പെട്ട് ആ ഉണ്ണി സന്താനത്തിന് ഞാനും അതിന് പണിയെടുത്ത് ആ ദേശത്തേക്ക് ഞാൻ പറഞ്ഞയച്ച് അതിന്റെ വില്ലും വേലി അതിന്റെ വല്യക്കൂലിയും വാങ്ങാമെന്ന് എനിക്കൊരു ഉടമ്പടി ഞാനത് വാങ്ങിയിട്ടുണ്ട്. പോലെ കലശത്തിന് തന്നേക്കണം. ആ ഉണ്ണിയുടെ പേരിൽ, നിന്റെ പേരിലില്ല. നിന്നെ ഞാൻ നോക്കും. ആ ഉണ്ണിയുടെ പേരിൽ മനസ്സിലാക്കി. അതിന് നോക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നീ മുഖാന്തരമുള്ള ആ ഉണ്ണിയുടെ ആവശ്യം പറഞ്ഞ എന്റെ അടുത്ത് വന്നേ. അത് നീ ആ ഉണ്ണിയായിട്ട് ബന്ധമില്ലാണ്ട് അങ്ങനെ പറഞ്ഞു വരില്ല.
അദ്വൈത മകയിരം ഞാനായിട്ട ബന്ധം ഇടുക വേണ്ട വേണ്ട നിങ്ങൾ തന്നാൽ മതി. നിനക്ക് വേണം അത് എന്ത് ഇങ്ങോട്ട് നോക്കണേ. എന്റെ കയ്യിൽ ആയുധമുണ്ട്. എന്റെ പോത്തിനെ തല്ലണ മാതിരി ഞാൻ തല്ലും. എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. നീ കണ്ട അട്ടക്കാരനല്ല, നീ കണ്ട ഇല്ലല്ല. ഒരു ഇല്ലത്തും ഞാൻ ഈ പറയുന്ന പോലെ കഥ പറയുന്നു ഒരു ഇല്ലല്ല എന്ന് മനസ്സിലായില്ല എന്റെ. അതിന്റെ പ്രൗഢി ഇരിക്കുന്നുണ്ട്. എന്റെ അട്ടക്കാരനുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. നീ ഇത് കൂടാണ്ട് വേറെ ഒന്ന് രണ്ട് വസ്തുക്കളും കൂടി ഉപയോഗിച്ചിരുന്നു ഇല്ലേ? ഇപ്പോഴുണ്ട് ആ ശീലം. ഉണ്ടോന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ഉണ്ടോ? ഇനി ഇത് വേണോ നിനക്ക്? കഴിച്ചോ? ഞാനിത് കഴിക്കുന്ന ആളാ. നിന്നെ പോലുള്ള ഉണ്ണിയിൽ കഴിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ. പറ, എത്ര വയസ്സായി നിനക്ക്? നീ ചെയ്യുന്ന കർമ്മം എന്താ? ഒരു ഉണ്ണി സന്താനത്തിന്റെ ശരീര സംബന്ധമായുള്ള വേവലാദികളൊക്കെ അതാത് നാടിഞരമ്പുകളൊക്കെ 27,000 നാടിഞരമ്പുകളുള്ള ഒരു മനുഷ്യന് ഒഴിഞ്ഞ് അതിൻ്റെതായ കാര്യങ്ങൾ പ്രാപ്തി വരുത്തുന്ന ഒരു തൊഴിൽ നിന്റെ കയ്യിലുള്ളപ്പോ നീ പിന്നെന്തിനാ ഇതൊക്കെ സേവിച്ചിരിക്കുന്ന ആ ഉണ്ണി സന്താനത്തിന്റെ ഏതെങ്കിലും മംഗുല ഭാഗങ്ങള് നീ ഒഴിഞ്ഞു കാഞ്ഞ് അതിന് തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഉണ്ണിക്ക് എണീറ്റ് നടക്കാൻ പറ്റും? അതിന്റെ പഴി ആർക്കാ വരാ? ആർക്കാ വരാന്ന് മൂത്ത് നോക്കി പറയണം എന്നോട്. എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. ആർക്കാ വരാ അല്ലേ? ഇത് കഴിക്കണം. നിനക്ക് കഴിച്ചോ? നിന്റെ മാതാവിന്റെ നെറുകയില് കൈ വെക്ക്. ഇനി ഇന്ന് തൊട്ട് ഒരു വസ്തുക്കൾ എനിക്കില്ല. മനസ്സിലായില്ല? ഇന്ന് തൊട്ട് ഒരു ലഹരി പാനീയങ്ങൾ എനിക്കില്ല എന്ന് മനസ്സിലായി. പുകച്ചു തള്ളുന്നുണ്ടായിരുന്നു. അതുകൂടാണ്ട് വേറെ വസ്തുണ്ടായിരുന്നു പൊടിയായിട്ടുള്ളത്. ഇതൊക്കെ നീ ഉപയോഗിച്ച വ്യക്തിയല്ല ഉണ്ണിയെ. നീയെ നിന്റെ മാതാവിരിക്കലെ തന്നെ ചോദ്യം. ഞാൻ നേരത്തെ എന്താ കർമ്മിക്കത് അറിയാണ്ടല്ലോ നിന്നോട് ചോദിക്കാണ്ട് എന്താ? നിന്റെ മാതാവ് നിക്കൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇപ്പൊ എനിക്ക് ചോദിക്കാം. എന്റെ ആട്ടക്കാരൻ മാറി, ഇപ്പൊ ഞാൻ തന്നെയാ. അപ്പൊ കർമ്മിയല്ല, ആട്ടക്കാരനാ. മനസ്സിലാവണ്ട? നീ എത്ര ദിവസം കിടന്ന് കമ്പനിക്കുള്ളില്? കഴിഞ്ഞോ? അത് കഴിഞ്ഞോന്ന്? തൊപ്പിക്കാരൻ നിന്നെ കൊണ്ടുപോയത് എന്റെ കർമ്മിപ്പ്. നിന്റെ കാര്യം പറഞ്ഞ് എനിക്ക് പൂവിട്ട നേരത്തെ കണ്ടതാ. അപ്പൊ ചോദിക്കാണ്ടിരുന്നു നിന്റെ മാതാവ് വന്നത് കൊണ്ടാ. മനസ്സിലാവണ്ട? സത്യം പറഞ്ഞോ, ഇനി ഒരു കാര്യത്തിനും ഇല്ല. എന്റെ കർമ്മം എന്റെ ഭവനം. ചങ്ങാത്തക്ക് ഇന്നത്തോടുകൂടി തീരാണ്. മനസ്സിലായ? സമ്മതിച്ച? എന്റെ വാക്ക് തെറ്റിച്ച ഉണ്ണേ തൊപ്പിക്കാരൻ നിന്നെ കൂട്ടിലെ കയറ്റില്ല. ഞാൻ കൂട്ടി കയറ്റില്ല. ഞാൻ കൂട്ടി കയറ്റില്ല. മനസ്സിലായ? സമ്മതിച്ച? ഇന്നത് പിടിക്ക്. ഇത് തൊട്ട് സത്യം പറഞ്ഞു. ഇത് തൊട്ട് സത്യം പറഞ്ഞോളെ. ഇത് തൊട്ട് സത്യം പറഞ്ഞോളെ. എന്താ നിനക്ക് പറ്റില്ലേ? ഒന്നും ചെയ്യില്ല എന്നല്ല, ഞാൻ പറഞ്ഞത് ചെയ്യില്ല എന്ന് പറ. മതസേവില്ല. ഒരു ലഹരി പദാർത്ഥങ്ങളും എനിക്കിനി വേണ്ട. ഞാൻ എന്റെ ഭവനം എന്റെ തൊഴിലും. മനസ്സിലായ? സമ്മതിച്ച? എന്റെ മാതാവ് നിന്ന കുറുപടിയാ. എന്റെ ആട്ടക്കാരന് മാത്രം ഈ ഇതേ നീളം വലുപ്പത്തിലുള്ള കുറുപടി എന്റെ ഇല്ലത്ത് മാത്രമേ ഉള്ളൂ. മനസ്സിലായ? പിന്നെ ഒരു സ്ഥലത്തും കാണില്ല. ഇതാണ് മുച്ചാൻകുടി. അത് നിനക്ക് തന്നു. നിന്നെ കൊണ്ട് ഞാൻ സത്യം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മാതാവിരുന്നാലും വേണ്ടില്ല, പിതാവിരുന്നാലും വേണ്ടില്ല. എന്റെ വാക്ക് തട്ടി നീ പോയാൽ. മനസ്സിലായില്ല? അപ്പൊ നീ ഞാനും കൂടി ഒരു കളിയുണ്ട്. പിന്നെ ആ പരിഭവം പറഞ്ഞ് എന്റെ ഒരു ഇല്ലത്ത് നീ വന്ന് പറയണ്ട. മനസ്സിലായ? ഇതിലും മേലെ ഇനി ആ ഉന്നെ കൊണ്ട് ചെയ്യിക്കാനില്ല. സമ്മതിച്ച? പൊക്കോ. നീ പേടിക്കണ്ട, ഞാൻ കൊണ്ടുവന്ന് തരാം. പോരെ, സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ അതിന് തീർപ്പാക്കാന്ന് പറയുമ്പോ പിന്നെ എന്റെ പടിവാദിക്കരുന്ന് കരയേണ്ട കാര്യമില്ല. മനസ്സിലാവണ്ട? ചാത്തൻ തോറ്റത് പ്രാർത്ഥനയുടെ മുന്നിലും സ്നേഹത്തിന്റെ മുന്നിലും മാത്ര ചാത്തൻ എന്ന കരു ഞാൻ തോറ്റിട്ടുള്ളൂ എന്ന്. മനസ്സിലായില്ല? വേറെ ഒന്നിന്റെ മുന്നിലും എന്റെ ആയുധം ഞാൻ അടിയുറവ് വെച്ചിട്ടില്ല. പെൺസന്താനെ നിന്റെ സ്നേഹത്തിന്റെ മുന്നിലും നിന്റെ പ്രാർത്ഥനയുടെ മുന്നിലെ ഏത് പെൺസന്താനത്തിന്റെയും ചാത്തനായ ഞാൻ കീഴടങ്ങിയിട്ടുള്ളൂ എന്നാ പറഞ്ഞതിന്റെ സാരം. നീ പൊക്കോ, ഞാൻ നടത്തി തരാം. അതൊന്നും കേടുവരില്ല. നീ പേടിക്കണ്ട. ഞാനല്ലേ പറഞ്ഞു നീ പൊക്കോ. ആ ഉണ്ണിയുടെ സമയം നല്ലാന്ന്. നീ പൊക്കോളാൻ ഞാനല്ലേ പറഞ്ഞു. പൊക്കോ. നിനക്ക് ലാഭം തന്നെ ഉള്ളൂ അല്ലേ? അത് തന്നെ പറഞ്ഞു. നഷ്ടമില്ലാന്ന് ലാഭം തന്നെ നിനക്കുണ്ടായിട്ടുള്ളൂ. നീ പൊക്കോ, ഞാൻ നടത്തി തരാം. നീ പൊക്കോ. അത് ഞാനും വരുത്തി വെച്ചല്ലേ. നീ പൊക്കോളാൻ. എന്റെ ചമ്പോലത്തെ ഉണ്ടാവണം. മനസ്സിലാവണ്ട? അതായത് നിര്യാണം വന്ന സ്ഥലത്തോ പെറ്റുപ്രസവം കഴിഞ്ഞ സ്ഥലത്ത് പോകുമ്പോ അത് കൊണ്ടുവരും. എല്ലാത്ത സമയത്തും
നിന്റെ കയ്യിലുണ്ടായിക്കോട്ടെ, നീ എന്ത് തൊഴിൽ ചെയ്യണു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതായത് 2-3 ഉണ്ണികൾ ഈ ഉണ്ണിനെ മോഹിച്ചപ്പോ അതേ വിദ്യാലയത്തില് അതേ കാര്യത്തില് വിദ്യ അഭ്യസിക്കുന്ന ഉണ്ണികള് 2-3 ഈ ഉണ്ണിനെ വട്ടം വെച്ചപ്പോ അവർക്ക് കൊടുക്കാതെ കണ്ട് അതെനിക്ക് വിജയിപ്പിച്ച് എന്റെ കയ്യിൽ വശത്താക്കണമെന്ന് നീ സങ്കല്പിച്ചു, നീ അത് വാങ്ങിച്ചെടുത്തു. അതിനുവേണ്ടി നീ ആരോടെങ്കിലും പ്രാർത്ഥന വെച്ചിട്ടുണ്ടാ? എന്റെ ഏട്ടനോടെങ്ങനെ വല്ല സങ്കല്പം ഉണ്ടാ? എന്റെ ഏട്ടന്റെ ദിക്കല്ലേ എന്റെ ഏട്ടന്റെ ദിക്കല്ലേ? മനസ്സിലായില്ല? എന്റെ ഏട്ടനുണ്ട് കരിങ്കുട്ടിക്കാവ്, കേട്ടിട്ടുണ്ടാ നീ? നിന്റെ ദേശത്ത് കുറച്ച് വടക്കോട്ട അല്ലേ, കേട്ടിട്ടുണ്ടാ? എന്നാ നീ ഒന്ന് ചോദിച്ചു നോക്ക്. അതുകൂടാണ്ട് കാളിദാരിയും യുദ്ധം നടക്കണ ദിക്ക കേട്ടിട്ടുണ്ടാ? അവിടുന്ന് കുറച്ച് വടക്കോട്ട് പോകും. ആരോടെങ്കിലും ചോദിച്ചു നോക്കി, നിന്റെ മാതാവിനോടോ പിതാവിനോടോ ആരോടെങ്കിലും ചോദിക്കും. കാളിദാരിക യുദ്ധം നടക്കുന്ന ഒരേ ഒരു തട്ടകം എൻ്റെ ഓടപ്പുറന്നോട് കാളിയുടെ തട്ടകം, കാട്ടകാമ്പാല് കേട്ടിട്ടുണ്ടാ നീ? ഞാൻ പേര് വരെ പറയും, അങ്ങനത്തെ പറയാൻ. അപ്പൊ അവിടത്തെ കരിങ്കുട്ടിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്നെ എൻ്റെ അടുത്ത്. മനസ്സിലായില്ല? കരിങ്കുട്ടിക്ക് എൻ്റെ ഏട്ടനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്നെ. ഒന്ന് പോയി കണ്ടിട്ട് വരാം, വഴി ഞാൻ തയ്ക്കില്ല. മതിയാ? ഇത് കൊണ്ട് അവിടെ കൊടുക്കും. എൻ്റെ കാളിയുടെ കോഴിക്കല്ലിനടിയിൽ കിടക്കട്ടെ. എന്നാലും ഈ ഉണ്ണി കേമി തന്നെയാ. മനസ്സിലായില്ല? 2 പേരെ മോഹിച്ചപ്പോ അവർക്കൊന്നും വിട്ടുകൊടുക്കാതെ കണ്ട് അവരോട് ഒപ്പം പൊരുതി നിന്ന് നിന്നെ നേടിയിട്ടുണ്ടെങ്കിൽ അതൊരു നേട്ടം തന്നെയാണ്. മനസ്സിലായില്ല? ഇങ്ങനെ വേണം പെൺസന്താനങ്ങളായ. മനസ്സിലായി? ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ വിട്ടുകൊടുക്കണമെങ്കിൽ ഞാൻ ഈ മണ്ണിലേക്ക് പോകണം. ഞാൻ മണ്ണിലേക്ക് പോകുന്ന കാലം വരെ ഇങ്ങേരെൻ്റെ വാമഭാഗത്തുണ്ടാവുമെന്ന് പറഞ്ഞ് നിന്നെ കൂടെ കൂട്ടിയ ഒരേ ഒരു ഉണ്ണീതാ. മനസ്സിലാവണ്ട? അതൊരു സന്തോഷം തന്നെയാ. മനസ്സിലായ? തല്ലൂട്ടം പാടില്ല. തല്ലൂട്ടം വന്നത് ഇവിടുന്നല്ല, നിന്റെ കുറ്റമല്ല, ഈ ഉണ്ണിയുടെ കുറ്റമല്ല. അത് നിന്റെ കയ്യിൽ ഞാൻ 2 സ്ത്രീ പ്രതിമ തന്നു. അവരുടെ പ്രാർത്ഥന, അതായത് എനിക്ക് കിട്ടില്ല, അവളെ നേടി. അപ്പൊ അത് നല്ലോണം ഇരിക്കാൻ പാടില്ല. മനസ്സിലാവണ്ട? അതുകൂടാണ്ട് എൻ്റെ ഏട്ടൻ്റെ ഒരു സങ്കല്പം കൂടി അതൊന്ന് തീർപ്പാക്കി കേട്ടോ. ഒന്ന് പോയി കണ്ടു വണങ്ങിപ്പോയ പൊക്കോ. കർമ്മത്തിലേക്ക് പേരിൽ അങ്ങേർക്ക് എന്താ ഇഷ്ടപ്പെട്ടെങ്കിൽ കൊടുത്തേക്കാം ഈ ഉണ്ണിയുടെ പേര്. മനസ്സിലാവണ്ട? അതിൻ്റെ ഒരു ദോഷം കൂടി നിനക്ക് വരും. നിന്റെ സമയം നന്നായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങേരുടെ പത്നിയല്ലേ നീ, അപ്പൊ കുറച്ച് നീ അനുഭവിക്കണം. മനസ്സിലാവണ്ട? പുരുഷന്റെ സമയദോഷം പത്നി അനുഭവിക്കണം. അവസാനത്തെ പത്നിയുടെ സമയദോഷം പുരുഷൻ അനുഭവിക്കില്ല. മനസ്സിലായില്ല? സ്ത്രീക്ക് സ്ഥാനം 2-മതാ. മനസ്സിലായ? അതിനുള്ള ആ ചിത്രം 2 നേരം ദീപം തെളിയിച്ചേക്കാം. നീ പൊക്കം, ഞാനുണ്ട്. ഇനി ഉണ്ടാവില്ല, നിന്റെ സമയം മാറി എന്ന് പറഞ്ഞത്. ഇനി വെള്ളിയുടെ ചെലവ് നിനക്ക് ശരീരം കൊണ്ട് ഉണ്ടാവില്ല. പിരിഞ്ഞു പോവില്ല. നീ മൺമറഞ്ഞു പോയാലും നിനക്ക് മേലിരുന്ന് കാണാം. പിരിഞ്ഞു പോവില്ല. മനസ്സിലായില്ല? എൻ്റെ അച്ഛൻ ചേർത്ത് വെച്ച സ്വരൂപങ്ങളാ. പിരിഞ്ഞു പോവില്ല. മുടക്കം കൂടാതെ കുറിയറയിൽ വെച്ചിട്ട് 2 നേരം നീ പ്രാർത്ഥിച്ചേക്കണം. മനസ്സിലാവണ്ട? എന്റെ ഇല്ലത്ത് വന്നിട്ട് ചെറിയ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു. അത് മതി, പടിപടി എനിക്ക് കഴിച്ചില്ല പോരെ. ഞാൻ തന്ന ചെമ്പോലത്തിന്റെ കയ്യിൽ വെച്ചേക്കാം. ആ വസ്തു കൊണ്ട് കളഞ്ഞേക്കാം. ഏതാ? ആൺസന്താനത്തിന്റെ ചിത്രം കൊണ്ട് നീറ്റിൽ വിട്ടോട്ടാ. നിന്നോട് എനിക്ക് പ്രത്യേകമൊന്നും പറയാനില്ല. നീ നിന്റെ 4-ാമത്തെ ചിട്ടവട്ടങ്ങൾ മാറ്റിയിട്ട് വന്നാൽ ഞാൻ നടപടിയാക്കി തരാം. ഞാൻ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. മനസ്സിലായില്ല? അത് തന്നെ എൻ്റെ കർമ്മി പറഞ്ഞു തന്നെ എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളൂ. എന്നെ അടച്ചുപൂട്ടി ഒരു നാട് കൂടുമ്പോൾ ഒരു ദീപം തന്നാൽ ശരിയാവില്ല. അത് നീ നിന്റെ ആലയത്തില് അത് കർമ്മം നിശ്ചയിച്ച കർമ്മിയിൽ തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഞങ്ങൾ എൻ്റെ കൂടെയുള്ള ചാത്തന്മാരാരും പറഞ്ഞിട്ടില്ല. അതൊന്നും മാറ്റിയിട്ട് പോവാ, അല്ലെങ്കിൽ ഇതല്ല ഇതിലപ്പുറത്ത് അനുഭവിക്കും. കാര്യമൊന്നും നടപടിയാവില്ല. ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന ആള് ഞാനാ. അപ്പുറത്തിരിക്കുന്ന കാളി ഒന്നും ചെയ്യില്ല. നിന്റെ ഇല്ലത്തിരിക്കുന്ന കാളി സേവക്കാരൻ ഒന്നും ചെയ്യില്ല. മറ്റുള്ള ഭവനത്തിലെ ഏത് പെട്ടിപ്പത്താളം തുറക്കാത്തത് തുറപ്പിച്ച് നീ ചോദിക്കുന്ന വെള്ളി വാങ്ങിച്ചു തരുന്നു, കർമ്മസ്ഥാനം തരുന്നതും വില്ലും വേല അതിന്റെ വല്ലിക്കൊലും കൊടുക്കുന്നതും കൊടുക്കാത്തതും വേണ്ടതിനും വേണ്ടാത്തതിനും നിൽക്കുന്ന ഒരേ ഒരാള് ഞാനാ. അതുകൊണ്ട് എന്നെ നാനാജാതി മതക്കാര് ഞാൻ എവിടെയുണ്ട്, എൻ്റെ രൂപം എവിടെയുണ്ട്, എൻ്റെ ഒരു ആലയം എവിടെയുണ്ട്, അവിടെയൊക്കെ വന്ന് കണ്ട് വണങ്ങിപ്പോണത് എന്തിനാ? ഞാൻ കാര്യം നടത്തി തരുന്നറിയാം. ഞാനത് നടത്തില്ല, ഞാനത് നടത്തില്ല. നീ അതിനുവേണ്ടി എന്തൊക്കെ എനിക്ക് കുന്നുകൂട്ടിത്തരാന്ന് പറഞ്ഞാലും
നടപടിയാക്കി തരില്ല. ഞാൻ ഇരുട്ടത്തിരിക്കേണ്ട ആളല്ല. ഞാനേ നല്ലവണ്ണം വെട്ടത്തിരിക്കേണ്ട ആളാണ്. നീ ഒന്നും തന്നില്ലെങ്കിൽ ഒരു വെട്ടം തന്നിട്ട് ഇതാ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഞങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അതുപോലെ തരും എന്നൊരു വാക്ക് എനിക്ക് പറഞ്ഞത്. ഞാൻ അവിടെ നിന്നിരുന്ന ആളല്ല. ഒരു ചായ്പനകത്തിരുന്ന അന്ന് എനിക്ക് മുടക്കം കൂടാണ്ട് തീയും തിരിങ്ങളുണ്ടായിരുന്നു. ചാനാളിന് എനിക്കൊരു അന്നം തന്നിരുന്നു. അപ്പൊ ഉണ്ണികൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം തരാം, അതെനിക്ക് കഴിക്കേണ്ട കാര്യമില്ല. പൊക്കോ പൊക്കോ പൊക്കോ. മനസ്സിലായില്ല? നീ ഉറക്കെ പറ, സങ്കടപ്പെടല്ല. കാര്യം നടത്തി തരാം, കാര്യം പറ. ആ നക്ഷത്രം പറഞ്ഞേ. ആ ഇപ്പൊ സമയം നല്ലതാ, നടത്തി തരാം. നീ അവനോട് ഒരു ചിത്രം കൊണ്ടുവരാ. മനസ്സിലാവണ്ട? എവിടുന്നാ വരുന്നേ? ആ നിന്റെ നാലാമടത്തിന്റെ പേര് പറഞ്ഞേ. അവിടെ ഉണ്ടാ? ഞാൻ അല്ല ചോദിച്ചതാ, അല്ല ചോദിച്ചത് നീ അവിടെ പോകുന്നുണ്ടല്ലോ. ഞാൻ അവിടെ ഉണ്ടോന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞോണ്ടല്ലേ നിന്റെ നാവിൻ തുമ്പിൽ വീഴാൻ വേണ്ടിട്ട്. നീ എന്റെ ഇല്ലാത്തൊന്നും ഞാൻ പ്രവർത്തിക്കും. അവിടെ ഇരിക്കണ ഞാനൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. അവിടുത്തെ കർമ്മത്തിനും വ്യത്യാസത്തിന്റെ അതൊന്നും ഞാൻ ചോദിക്കാൻ പോണില്ല. ഞാൻ എന്താ പറഞ്ഞു, ഞാൻ ഉണ്ട് ചിത്രം കൊണ്ടുവരാം. നിന്റെ ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ്, ഒരു മതം, ഒരു കോടിയാട, ഒരു പാത്രം. നീ മനസ്സിലാവണ്ട? ആ ഉണ്ണിക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ എഴുതി കൊണ്ടുപോകാം. ഞാൻ വീണ്ടും അങ്ങേരെ നക്ഷത്രത്തിന് ചേരുന്ന നക്ഷത്രങ്ങളുണ്ട്, അതൊന്നും എഴുതി കൊണ്ടുപോവാ. തർക്കണ്ടോന്ന് ചോദിച്ചുള്ളൂ. അല്ല തർക്കണ്ടായെന്ന് മാത്രം ചോദിച്ചുള്ളൂ. ആ മതി. നീ 4 ഭാഗത്ത് നുള്ളു മണ്ണ് കൊണ്ടുപോവാ. അതിൽ കിടക്കുന്ന ദിക്കും ലക്ഷ്യം കൊണ്ടുപോവാ. അതുപോലെ തന്നെ അതിന്റെ ആ കടലാസ് പത്രത്തും ഒരു അക്കുണ്ട്, അതും കൂടി കൊണ്ടുപോവാ. എന്നിട്ട് തർക്കണ്ടാക്കി ഉണ്ണിയുടെ പേര് എഴുതി കൊണ്ടുപോകാം. ഞാൻ വഴി ഉണ്ടാക്കി തരാം. പറഞ്ഞിട്ട് എന്റെ മാടിനെ കൊണ്ട് കെട്ടുള്ളൂ. അപ്പൊ ഞാൻ ഒന്നും കാണാണ്ടും ഒന്നും കേൾക്കാണ്ടും ഒന്നും അറിയാണ്ടും മാടിനെ അവിടെ കെട്ടും. ഞാൻ വഴി ഉണ്ടാക്കി തരാം. നീ എന്റെ കാളിയുടെ ആസ്ഥാനത്ത് പോയിട്ട് ഒരു ചെറിയ പാത്രം നെയ്യ് പൂജിച്ച് വാങ്ങിച്ച് അതൊന്ന് സേവിക്കും. ഒരു മുക്കെണ്ണ ഒഴിഞ്ഞങ്ങോട്ട് കൊടുക്കും. വഴി ഞാൻ ഉണ്ടാക്കി തരാം. മതിയാ? തന്നില്ലേ? നീ പൊക്കോ. എന്റെ കർമ്മം കൊടുക്കരുത്. മനസ്സിലായില്ല? എത്ര കിട്ടി? ആ എത്രയ്ക്ക് എഴുതിയേക്കണേ? ആ നിനക്ക് തിരിച്ചു കിട്ടും അല്ലേ? 8.5 മണ്ണ് കിട്ടും നിനക്ക് അല്ലേ? വെള്ളി കിട്ടും. നഷ്ടണ്ട ലാഭണ്ട? മനസ്സിലായില്ല? ഞാൻ ചോദിച്ചത് നിനക്ക് ഈ മണ്ണ് വിറ്റാ കിട്ടും. ആ പറഞ്ഞ വെള്ളിയുടെ പകുതി. ഇപ്പൊ നിനക്ക് എത്ര പിടി മണ്ണ് കിട്ടും തിരിച്ച്? ആ അത് മനസ്സിലായി എനിക്ക്. വെള്ളി എത്ര കിട്ടും തിരിച്ച്? ആ അപ്പൊ ഇത് 2 കൂടി കൂട്ടിക്കഴിച്ച് നോക്കിയാൽ ലാഭം നഷ്ടമെന്ന് ചോദ്യമുള്ളൂ. അപ്പൊ നിന്റെ മണ്ണിന് എത്ര വെള്ളിയുണ്ട്? ആ അത് തന്നെ പറഞ്ഞു. അത് എന്റെ കുറ്റമല്ലല്ലോ, നിന്റെ കുറ്റമല്ല. അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായി. അതുമ്മേ അങ്ങനെ ഒരു കഷ്ടനഷ്ടം വന്ന് നിൽക്കണമെന്ന് ഉണ്ണികൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര വെള്ളി കിട്ടുന്ന പൊരുളായാലും താത്തി കാണുള്ളൂ. മനസ്സിലായില്ല? ഒരു മാടുണ്ട്, നല്ല മാടാ. മാടിന് വേവലാതി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാടിന്റെ വില കാണൂ? ഇല്ല. നിന്റെ മണ്ണ് അടമാനം വെച്ചിരിക്കുന്ന ആസ്ഥാനത്ത് കഷ്ടനഷ്ടം വന്നു അറിഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണിന്റെ ശരിക്കുള്ള വില കാണൂ? കാണില്ല. ശരിയല്ലേ? അപ്പൊ നിനക്ക് മണ്ണ് പോയതിന് വേറെ മണ്ണ് ഞാൻ തന്നു. എന്റെ വെള്ളി ഉണ്ട് തന്നെ. അതിന് ഞാൻ ചോദിച്ചിട്ടില്ല. കടലാസൂത്രം എഴുതി ഒപ്പിച്ച് വെള്ളി വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്റെ വെള്ളി എനിക്ക് തരുന്ന പറഞ്ഞു. അത്ര പറഞ്ഞു. ഇതിന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഉടമ്പടിയിലെ വെള്ളിയൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാനെന്താ പറഞ്ഞു, ഇതങ്ങോട്ട് വിറ്റ് വില മാറി ആ വെള്ളി മണ്ണ് നിന്റെ പേരിലാക്കി കഴിഞ്ഞിട്ട് നീ വെള്ളി വാങ്ങിച്ചാൽ എനിക്ക് തരാന്ന് പറഞ്ഞത് എനിക്ക് തരണം. അത്രേ കൊണ്ടു. ഉറപ്പിക്കില്ല ഞാൻ. ഇപ്പൊ തന്നെ എനിക്ക് അവിടെ നേരാൻ മണ്ണ് അന്നില്ല. ആദ്യം തന്നെ എടുത്ത് കളഞ്ഞു. അപ്പൊ നിങ്ങള് പാൽപ്പായസം, ശർക്കര പായസം, ഒരു മൂട് വെട്ടി ഇളനീരും
തരും അല്ലേ? അത് കഴിച്ച് ഞാൻ ഇരിക്കണല്ലേ? മുമ്പ് ചായപ്പിനകത്ത് വെച്ച് തന്നതാ മധുമാംസം. നിന്റെ വീട് ഏത് ഭാഗത്താണ്? അപ്പം നന്നായി. അത് മതി. മുറിച്ച് കൊടുക്കൂ. മുറിച്ച് കൊടുക്കുന്നു. ഈ പറഞ്ഞ അത്രയും മണ്ണ് വാങ്ങാനും അതിലും വലിയൊരു ഉണ്ണി വരണ്ടേ? അല്ലാണ്ട് മൊത്തം എടുക്കൂ. എന്താ മിണ്ടാത്ത? ഞാൻ വെച്ച വെള്ളിന്റെ എടുത്തു. മനസ്സിലായില്ല? നീ മുറിച്ച് കൊടുക്കുന്നു. നിങ്ങള് ഒന്ന് ചോക്കി. അല്ലാണ്ട് പിന്നെ മൊത്തമായിട്ട് ഏതെങ്കിലും ഉണ്ണി വരുമോ ഇത്രയും മണ്ണെടുക്കാനായിട്ട്? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. അത്രയും മണ്ണിനുള്ള വെള്ളി വാങ്ങുമ്പോഴേ അതിന്റെ കണക്ക് കാണിക്കണം. മനസ്സിലായോ? പിന്നിൽ വരും അധികാരികള്. പണ്ടുള്ള കാലല്ല ഉണ്ണിയെ, അന്ന് വാങ്ങിച്ചു കൂട്ടോ. ഇപ്പൊ വാങ്ങിച്ച നിനക്ക് ഈ വെള്ളി അവിടുന്ന് കണക്ക് കാണിക്കണം. 1 ഏക്കർ മണ്ണുണ്ട്. 1 2 1 ഏക്കർ മണ്ണ് എത്ര കിട്ടും അവിടെ ഒരു പിടി മണ്ണിന്? ഒരു വെള്ളി വെച്ച് കൂട്ടിക്കോ. അപ്പൊ എത്രയായി? അതെവിടുന്നാ നിനക്കെന്ന് ചോദിക്കും. മനസ്സിലായില്ല? ഒരു ഉണ്ണി ഒറ്റയ്ക്ക് വന്നെടുക്കുമ്പോഴേ ഈ വെള്ളിയുടെ കണക്ക് കാണിക്കണമെന്ന്. മനസ്സിലായ കഥ ഞാൻ പറഞ്ഞത്? അപ്പൊ മുറിച്ച് വിൽക്കാതെ ഞാൻ നടപടിയാക്കി തരാം. അപ്പൊ എനിക്കെന്തെങ്കിലും കിട്ടി ചോദിക്ക്. എന്നിട്ട് അടുത്ത കർമ്മത്തിൽ വരുമ്പോ ഞാൻ വഴി ഉണ്ടാക്കി തരാം. ചോക്കി എല്ലാവരുടെ പേരും നക്ഷത്രം എഴുതി കൂട്ടേ. അല്ലാണ്ട് ഒരു ഉണ്ണി എടുക്കില്ല. ഒരു ഉണ്ണി എടുത്താലും ഇത് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അത്തരമുള്ള കടലാസ് കൊണ്ട് കാണിച്ചേക്കണം. ആ മണ്ണിന്റെ വിലയുടെ ഒരു ഭാഗത്തുള്ള കടലാസ് വാങ്ങിച്ചേക്കണം അധികാരികളുടെ കയ്യിൽ നിന്ന്. അപ്പൊ അതിന്റെ വെള്ളിയുടെ കണക്ക് കാണിക്കണം. എവിടുന്നാ നിനക്ക് ഈ വെള്ളി? മനസ്സിലായ? ആറ് കടന്നു പോയ ഉണ്ണി വെള്ളി വരുത്തായാലും ആ വെള്ളിയുടെ കണക്ക് കാണിക്കണം അധികാരികൾക്ക്. മനസ്സിലായ? നീ ചുറ്റുവട്ടത്തുള്ള ഉണ്ണികളുടെ പേര് എഴുതി അവിടെ കൊടുത്തു. ഞാൻ അടുത്ത കർമ്മത്തിലേക്ക് നടപടിയായി മറ്റുള്ള ഉണ്ണികളെ കാണിച്ചോളൂ. നിര്യാണം വന്ന സ്ഥലത്ത് പെറ്റ സംബന്ധിച്ച സ്ഥലത്ത് പോകുമ്പോൾ കൊണ്ടുപോകും. എന്തായി? എന്തായിന്നാ ചോദിച്ച? അതെന്നെ ചോദിച്ച. ഈ 10-12 ദിനത്തിനുള്ളിൽ എങ്ങനെയുണ്ട് മാറ്റം ഉണ്ടോന്ന് വെച്ചോ. പോരെ? ഒരു 12 സങ്കല്പുണ്ട്. ചുറ്റും